Hello everyone, welcome to Franklin's Lectures. എൻ്റെ പേര് അജയൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റാണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സൈറ്റ് വർക്കുകൾ ചെയ്യുമ്പോൾ ചെറിയ വർക്കുകളായിക്കോട്ടെ വലിയ വർക്കുകളായിക്കോട്ടെ മാനേജ്മെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ വർക്കുകളുടെയും കോർഡിനേഷൻ. നമുക്കറിയാം കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുന്നത് പല മേഖലകൾ പലതരത്തിലുള്ള വർക്കുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുക. അപ്പോൾ പല വർക്കുകളുടെ കോർഡിനേഷൻ കറക്റ്റായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് നമ്മുടെ സമയത്ത് കറക്റ്റ് നമ്മുടെ എത്ര എമൗണ്ട് നമ്മൾ ചിലവാക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം കണക്കാക്കി ആ എമൗണ്ടിനനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ മാനേജ്മെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് മൊഡ്യൂളുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ നമുക്ക് പറയാനുള്ളത്. കൺസ്ട്രക്ഷൻ ടെക്നോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അതുപോലെ ഉപയോഗിക്കുന്ന ടെക്നോളജീസ്, അഡ്വാൻസ്ഡ് ആയിട്ട് പോന്നിരിക്കുന്ന ടെക്നോളജീസ്, ഇതെല്ലാം നമുക്ക് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകണം. അപ്പോൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഈ ടെക്നോളജിയെ കുറിച്ച് നമ്മൾ വെൽ അവെയർ ആയിരിക്കണം. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ചുള്ള അവയർനെസ് ഉള്ളവർക്ക് മാത്രമേ പ്രോപ്പർ മാനേജ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ നമുക്ക് കൺസ്ട്രക്ഷൻ ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അതിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. അതിനുശേഷം നമുക്ക് ടെക്നോളജിയിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യാൻ ആരംഭിക്കുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ സിലബസ് പ്രകാരം മൊഡ്യൂൾ 1 എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഈ മൊഡ്യൂൾ 1 പറയുന്നത് കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകൾ നമുക്കറിയാം. ധാരാളമായിട്ട് നമുക്കറിയാം. നമുക്കൊന്ന് ഓർത്തെടുത്താൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സൈറ്റിലേക്ക് നമുക്ക് നോക്കിയാൽ അനവധി മെറ്റീരിയൽസ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ ഇപ്പോൾ അനവധി മെറ്റീരിയലുകളുടെ പേര് ഓർമ്മ വന്നിട്ടുണ്ടാവും. അതിൽ ചിലതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ടിമ്പറിനെ കുറിച്ചാണ്. ഓക്കെ, ടിമ്പർ ആൻഡ് ടിമ്പർ പ്രൊഡക്ട്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള പേരുകൾ തന്നെയാണ് നമുക്ക് മനസ്സിലാവും. നമ്മൾ ടിമ്പർ പ്രൊഡക്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിനീർ, പ്ലൈവുഡ്, ഫൈബർ ബോർഡ്, ഇങ്ങനെയുള്ളവയാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ സിലബസ് പ്രകാരം നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ പാർട്ടിക്കിൾ ബോർഡ്, മൾട്ടി വുഡ്, ഇതെല്ലാം നമുക്ക് വുഡൻ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് പറയാനുണ്ട്. ഇതിൽ ചിലതെല്ലാം സിന്തറ്റിക് പ്രൊഡക്ട്സ് ആണ് എങ്കിൽ നമ്മൾ ടിമ്പർ പ്രൊഡക്റ്റിന്റെ കാറ്റഗറിയിലാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. ശരി, ഇനി നമുക്ക് അടുത്ത് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിമെന്റുകളെ കുറിച്ചാണ്. സിമെന്റ് നമുക്കറിയാം ഈ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു കണ്ടുപിടുത്തമാണ് ആക്ച്വലി സിമെന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെ? സിമെന്റിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം ആണ് വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയുടെ ഒരു കുതിച്ചുചാട്ടം ഈ സിമെന്റിന്റെ ഒരു ഇൻവെൻഷന് ശേഷമാണ് സംഭവിച്ചുള്ളത്. അപ്പോൾ നമുക്കതിൽ സിമെന്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. എങ്ങനെ സിമെന്റ് മാനുഫാക്ചർ ചെയ്യുന്നു, അല്ലെ? സിമെന്റ് ആണ് നമ്മുടെ അടുത്ത ടോപ്പിക്. സിമെന്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തെല്ലാമാണ്? മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, കെമിക്കൽ കോമ്പോസിഷൻ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ ടെസ്റ്റിംഗ് ഓൺ സിമെന്റിന്റെ ടെസ്റ്റിംഗ്, എന്തൊക്കെ ടെസ്റ്റ് നമ്മൾ ചെയ്യണം, അതിൽ വരുന്നതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റ്, സെറ്റിംഗ് ടൈം, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ്, ഫൈനസ് ടെസ്റ്റ്, സൗണ്ട്നെസ് ടെസ്റ്റ്, കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അതായത് സിമെന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ മനസ്സിലാക്കാനുണ്ട്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊന്നാണ് അഗ്രിഗേറ്റ്സ്. ഓക്കെ, അടുത്ത നമ്മൾ അഗ്രിഗേറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്കറിയാം അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയുള്ളതായിരിക്കും. ചെറിയ ക്ലാസ്സുകൾ തന്നെ നമുക്ക് ഫൈൻ അഗ്രിഗേറ്റ്സ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ്സ് ഉണ്ട്, അല്ലേ? നമ്മൾ യൂഷ്വലി സാൻഡ് ആൻഡ് മെറ്റൽ എന്നൊക്കെ പറയുന്നത്. ഫൈൻ അഗ്രിഗേറ്റിനെ നമ്മൾ സാൻഡ് എന്ന് പൊതുവെ യൂസ് ചെയ്യുക, കോഴ്സ് അഗ്രിഗേറ്റിനെ നമ്മൾ മെറ്റൽ എന്ന് പൊതുവെ പറയാം, അല്ലേ? ഈ അഗ്രിഗേറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ടൈപ്സ് ഓഫ് അഗ്രിഗേറ്റ്സ് പറയണം, അതിന്റെ ഗ്രഡേഷൻ പറയണം, ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രേഡിങ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയണം. അതുപോലെ ബൾക്കിംഗ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. ഓക്കെ, ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓൾറെഡി നിങ്ങൾ പല കാര്യങ്ങളും അതിനെക്കുറിച്ച് ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ പോർഷൻസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ക്വാളിറ്റി ഓഫ് വാട്ടർ, കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന വാട്ടറിന്റെ ക്വാളിറ്റി. നമ്മൾ ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് എന്ത്? വാട്ടർ എന്ന് പറയുന്നത്, അല്ലേ? മറ്റുള്ളവ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയുന്നുണ്ടാവും. ആ വാട്ടറിന്റെ ക്വാളിറ്റി എന്നുള്ളത് നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിന്റെ, അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കോൺക്രീറ്റിന്റെ അല്ലെങ്കിൽ മോട്ടാറിന്റെ, ഇതിന്റെ എല്ലാം ക്വാളിറ്റിയെ ഈ വാട്ടറിന്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ ഉണ്ട്, അതിന്റെ ലിമിറ്റേഷൻ എന്തുവരെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊന്നാണ്
അഡ്മിക്സ്ചറുകളെ കുറിച്ച്, അഡ്മിക്സ്ചേഴ്സ്. അപ്പോൾ അഡ്മിക്സ്ചറുകൾ എന്താ നമുക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ കോൺക്രീറ്റിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന കെമിക്കൽസിനെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്താ പറയുക, അഡ്മിക്സ്ചേഴ്സ് എന്ന് പറയാം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറയണം. എന്തൊക്കെയാണ് അതിന്റെ യൂസസ്, മിനറൽ അഡ്മിക്സ്ചേഴ്സ് ഏതൊക്കെ, അതിൽ ഫ്ലൈ ആഷ് വരും, ഗ്രൗണ്ട് ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, GGBFS നമ്മൾ പറയുന്ന ഗ്രൗണ്ട് ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗുകൾ വരും. അതുപോലെ കെമിക്കൽ അഡ്മിക്സ്ചർ ആയിട്ടുള്ള പ്ലാസ്റ്റിസൈസേഴ്സ്, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ്, ആക്സിലേറ്റേഴ്സ്, റിട്ടാർഡേഴ്സ്, ഓക്കെ, ഇങ്ങനെയുള്ളവയെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതും പൊതുവെ നമുക്ക് പരിചയമുള്ള, അതിൽ കൂടുതലും നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം മനസ്സിലാക്കുക, വളരെ പെട്ടെന്ന് നമുക്ക് ഓരോ ടേമിലേക്കായിട്ട് പോവാം. വളരെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ റിലേറ്റ് ചെയ്യുക, നമ്മൾ കണ്ടിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ട് റിലേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. കുറേ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ക്ലാസ്സുകളിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ നമ്മൾ കണ്ടുവരുന്ന പലതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് രസമായിട്ട് അത് നമ്മളെ വീട്ടിൽ ഉപയോഗിച്ച സാധനമാണല്ലോ അല്ലെ, ഈ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നമ്മൾ വർക്ക് കണ്ടിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും. ഓക്കെ, ശരി, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ശരി, നമുക്ക് ആദ്യം ഇതിൻ്റെ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന പ്രധാനമായിട്ടും വുഡ് പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അനവധി ഉത്തരങ്ങൾ പറയാനുണ്ടാവും അല്ലേ. നമുക്ക് അറിയുന്നതാണ് വുഡ് പ്രൊഡക്ട്സ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന പ്രൊഡക്റ്റുകൾ തന്നെ എവിടെയെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതെല്ലാം നമുക്ക് വളരെയധികം അറിയുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബ്രീഫ് പറയാണ്. നമ്മളൊരു ഇതുമായിട്ടൊന്ന് നമ്മൾ ഒരു ഐസ് ബ്രേക്കിംഗ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ കാണുന്നതാണല്ലോ എന്നുള്ള നമ്മുടെ ഓർമ്മയിലേക്ക് വരാൻ വേണ്ടി നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മറൈൻ പ്ലൈവുഡ് അല്ലെങ്കിൽ മൾട്ടി വുഡുകൾ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാം. ഈ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ഉള്ള സ്ഥലങ്ങൾ, പ്രധാനമായിട്ടും ഇതൊക്കെ ഇന്റീരിയർ വർക്കുകൾക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അത് വാട്ടറിന്റെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചില വുഡ് പ്രൊഡക്റ്റുകളാണ്. പൊതുവെ വുഡിന്റെ പ്രശ്നം എന്താ, നനവൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെതൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ടെർമൈറ്റ്സിന്റെ അറ്റാക്ക് ഉണ്ടാവും അല്ലേ. അങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയാണ് വുഡ് നശിച്ചു പോവുക പലപ്പോഴും അല്ലേ. പഴയ വീടുകളൊക്കെ താമസിക്കുന്നവരുണ്ടെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. അത് പല നമ്മളെ ഡോർ ഫ്രെയിംസ് ആയിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, അതിലൊക്കെ ഇതുപോലെ ടെർമൈറ്റ്സിന്റെ അറ്റാക്ക് മൂലം കേട് വന്ന് പോയത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നല്ല കാതലുള്ള മരം നമ്മൾ പറയും അല്ലേ, നല്ല ഹാർഡ് വുഡ് ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള വുഡാണ് നമ്മൾ യൂസ് ചെയ്ത് വെച്ചാൽ യാതൊരുവിധ കേടും വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചിട്ടും ഉണ്ടാവില്ല അല്ലേ. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലപ്പോഴും നമുക്കിപ്പോൾ നല്ല ക്വാളിറ്റി വുഡ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഈ അവൈലബിൾ ആയാൽ അത് വലിയ എക്സ്പെൻസ് നമുക്ക് അതിന് വരും അല്ലേ. ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ, ഇനി നമ്മൾ മുന്നേ പേരുകൾ പറഞ്ഞ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽസ്, വുഡൻ മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് നമ്മൾ നാച്ചുറൽ ടിമ്പർ നമുക്ക് ഉപയോഗിക്കാതെ അതിന് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് അതുപോലെയുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത്ര എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാനും സാധിക്കും ഈ മെറ്റീരിയൽ കൊണ്ടെല്ലാം. ഓക്കെ, ശരി. അപ്പം മറൈൻ പ്ലേ അതേപോലെ മൾട്ടിവുഡ് പോലുള്ള ഒരു പ്രത്യേകത, ഗുഡ് ഫോർ കിച്ചൺ ആൻഡ് അതർ ഏരിയാസ് വേർ ദർ ആർ മോർ വാട്ടർ കണ്ടീഷൻ. ഓക്കെ, നനവ് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില വുഡ് പ്രൊഡക്ട്സ് ആണ് മറൈൻ പ്ലേ, അതൊരു മൾട്ടിവുഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെ ദേ ആർ മോർ ഡ്യൂറബിൾ ആൻഡ് കോസ്റ്റ്ലി. സ്വാഭാവികമായിട്ടും ഇത് ഡ്യൂറബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഇത് കോസ്റ്റ്ലി ആണ് കമ്പയർഡ് ടു അതർ വുഡ്സ്. ഓക്കെ, അത് ഇതുപോലുള്ള സിമിലർ പ്രൊഡക്ട്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്. പക്ഷേ നമുക്ക് ഇതുപോലെ വെള്ളമൊക്കെ തട്ടുന്ന നമ്മളെ വാഷ് ബേസിന്റെ ഏരിയയിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം നമ്മൾ വുഡുകളാണ് ഉപയോഗിക്കാൻ, വുഡൻ പ്രൊഡക്ട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇവ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഒരു വൺ ടൈം പേയ്മെന്റ് പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെ. ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ വല്ലാണ്ട് ലാഭം നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കുറയുകയും അത് പെട്ടെന്ന് തന്നെ നാശമായി പോകും. നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയ ലാഭം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ വാട്ടറിന്റെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ നല്ല പ്രൊഡക്ട്സ് ആണ് ഇത് മറൈൻ പ്ലേ, മൾട്ടിവുഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് ലൈഫിലും ആവശ്യം വരുന്ന കാര്യങ്ങളാണെന്നുള്ള ഓർക്കാം. അതുപോലെ കൊമേഴ്ഷ്യൽ പ്ലൈവുഡ്സ്, നോർമൽ പ്ലൈവുഡ്സ് ഓർ MDF, HDF പോലുള്ള പ്രൊഡക്ട്സ്. ഓക്കെ, കൊമേഴ്ഷ്യൽ പ്ലേ എന്ന് പറഞ്ഞാൽ പ്ലൈവുഡ്സ്, നോർമൽ പ്ലൈവുഡ്സ് നമുക്ക് അറിയുന്നുണ്ടാവും, പ്ലൈവുഡ് ഉപയോഗിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. MDF, HDF എന്നൊക്കെ പറഞ്ഞാൽ ഫൈബർ ബോർഡുകളാണ്. HDF, MDF എന്നൊക്കെ പറയുന്നത് മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ്, അതുപോലെ ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ്, ഇതൊക്കെയാണ് HDF, MDF എന്ന് പറയുന്ന പ്രൊഡക്റ്റുകൾ. ഓക്കെ, ഇത് നമുക്ക് നോർമൽ യൂസ് വർക്കിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഗുഡ് ഫോർ ഫർണിച്ചർ ആൻഡ് അതർ ആപ്ലിക്കേഷൻസ് വേർ ദർ ഈസ് നോ വാട്ടർ കണ്ടന്റ്.
വാട്ടർ കണ്ടന്റ് എല്ലാം കുറവുള്ള സ്ഥലങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, വാട്ടറിന്റെ പ്രസൻസ് ഉള്ളവർക്ക് ഇവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് കമ്പാരിറ്റീവ്ലി മറ്റ് നമ്മൾ മുന്നേ പറഞ്ഞ മറൈൻ പ്ലേ അല്ലെങ്കിൽ മൾട്ടിവുഡിനെ കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഡീകേ സംഭവിക്കാനുള്ള, നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതേപോലെ മറ്റൊന്നാണ് പാർട്ടിക്കിൾ ബോർഡ്. എന്താണ് പാർട്ടിക്കിൾ ബോർഡ്? പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫോർ ലെസ് ഡ്യൂറബിൾ ആൻഡ് ഷോർട്ട് ഡ്യൂറേഷൻ ഫർണിച്ചേഴ്സ് ഗെറ്റ് ഡാമേജ് ഓൺ കോൺടാക്ട് വിത്ത് വാട്ടർ. ഇത് കമ്പയർ ടു നോർമൽ പ്ലേ ഓർ MDF HDF അതിനെല്ലാം നല്ല പ്രോപ്പർ കോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. കമ്പയർ ടു ദാറ്റ് പാർട്ടിക്കിൾ ബോർഡ് കുറച്ചും കൂടി എന്താണ് പെട്ടെന്ന് നാശമായി പോകുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ വാട്ടർ പ്രസൻസ് ഒട്ടും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അതുപോലെ ഹെവി ലോഡൊന്നും വരാത്ത ഫർണിച്ചേഴ്സ്, നമ്മളെ കമ്പ്യൂട്ടർ ടേബിൾ പോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ വെക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറും കീബോർഡൊക്കെ വെക്കുന്ന ടേബിൾസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പാർട്ടിക്കിൾ ബോർഡ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ അപ്ലിക്കേഷൻസ് പറയുന്നത്. ഇനി നമ്മൾ 1 by 1 ആയിട്ട് നമ്മളെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ടിമ്പർ ആണ് നമ്മളവിടെ പറയുന്ന പ്രൊഡക്റ്റ്, ടിമ്പറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ എന്താണ് പറയുന്നത്, വാട്ട് ഈസ് ടിമ്പർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടിമ്പർ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, വുഡ് സ്യൂട്ടബിൾ ഫോർ ബിൽഡിംഗ് ആൻഡ് അതർ എഞ്ചിനീയറിംഗ് പർപ്പസ്. എഞ്ചിനീയറിംഗ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന വുഡിന് അല്ലെ. ഇപ്പോൾ വലിയൊരു മരം ഒരു കാട്ടിലിരിക്കുകയാണ് അല്ലെ, ആ മരം നമുക്ക് എഞ്ചിനീയറിംഗ് പർപ്പസിന് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം, അത് ആ രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് എന്ത് വേണം, കറക്റ്റ് സൈസിൽ കറക്റ്റ് ഷേപ്പിൽ അല്ലെ, നല്ല വൃത്തിയായിട്ട് അതിന്റെ ബാക്ക് പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വീട്ടിലേക്ക് ഒരു റൂഫിലേക്കോ നമ്മൾ ഉപയോഗിക്കാൻ പരുവത്തിന് നമ്മൾ ആക്കി എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിമ്പർ. ഓക്കെ, അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ ആണ് ടിമ്പർ. ഒരു വുഡ് നമുക്ക് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ ആണെന്ന് പറയാൻ പറ്റില്ല. വുഡിന് പല യൂസസ് ഉണ്ട് അല്ലെ. വുഡ് നമ്മൾ വൃത്തിയായി സീസൺ ചെയ്തെടുത്ത് അത് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് എന്തായി ടിമ്പർ ആയ ഒരു എഞ്ചിനീയറിംഗ് പ്രോഡക്റ്റ് ആണ്. അല്ലെങ്കിൽ വുഡ് എന്തിനു ഉപയോഗിക്കാം, നമുക്ക് തീ കത്തിക്കാൻ നമ്മൾ വുഡ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. പിന്നെ മറ്റു ചില പല സാധനങ്ങൾ, പേപ്പർ ഉണ്ടാക്കാൻ നമ്മൾ വുഡ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ നമ്മൾ വുഡ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പക്ഷെ ടിമ്പർ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ, നമ്മൾ എഞ്ചിനീയറിംഗ് വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന വുഡിന് നമ്മൾ പറയുന്ന പേരാണ് ടിമ്പർ. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വുഡും ടിമ്പറും നമ്മൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ കൂടി ഇതാണ് അതിന് ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ടിമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ടേമാണ് സ്റ്റാൻഡിങ് ടിമ്പർ. സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടിമ്പർ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു. നമ്മളൊരു വുഡിനെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുമ്പോഴാണ് നമ്മൾ അതിനെ എന്താ പറയുക ടിമ്പർ എന്ന് പറയാന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റാൻഡിങ് ടിമ്പർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ലിവിങ് ട്രീ ഈൽഡിങ് ഗുഡ് ടിമ്പർ. അതായത് നല്ല ടിമ്പർ നമുക്ക് ലഭിക്കാവുന്ന ലിവിങ് ട്രീസിനെയാണ് നമ്മൾ എന്താ പറയുക സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറയാം. ഓക്കെ, നമ്മൾ മരമൊക്കെ എടുത്ത് കഴിയുമ്പോൾ എല്ലാ മരവും നല്ല ക്വാളിറ്റി ആയിക്കോളുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മൾ നമുക്കറിയാവുന്ന നല്ലൊരു മരമാണ് തേക്ക് എന്ന് പറയുന്നത് അല്ലെ, ടീക്ക് വുഡ്. അപ്പൊ തേക്ക് നല്ല എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ ആക്കി എടുക്കാം, നല്ല ടിമ്പർ ആക്കി എടുക്കാവുന്ന ഒന്നാണ്. പക്ഷെ എല്ലാ തേക്കുകളും അങ്ങനെ ആയിരിക്കും. ചില തേക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുൾ എന്തായിരിക്കും, പൊള്ളയായിരിക്കും. അതായത് ഫുള്ള് പൊത്ത് പോലെ ഇരിക്കുന്നുണ്ടാവും അല്ലെ. അതൊരു എഞ്ചിനീയറിംഗ് പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അത് ഓൾറെഡി ഡീക്ക് ചെയ്ത് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഡിഫക്ട്സ് ഉള്ള മരങ്ങൾ നമുക്ക് എഞ്ചിനീയറിംഗ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഡിഫക്ട്സ് ഒക്കെ കുറവുള്ള എഞ്ചിനീയറിംഗ് പർപ്പസിന് നമുക്ക് ടിമ്പർ നല്ല രീതിയിൽ കിട്ടുന്ന മരങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം, സ്റ്റാൻഡിങ് ടിമ്പേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് റഫ് ടിമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ when the tree has been felt. അതായത് നമ്മൾ വെട്ടി നമുക്ക് എന്ത് ഇത് നല്ല സ്റ്റാൻഡിങ് ടിമ്പറാന്ന് മനസ്സിലായി, ഇത് നല്ല തടി നമുക്ക് നല്ല ടിമ്പർ കിട്ടുന്ന പ്രൊഡക്റ്റ് കിട്ടുന്ന ഒന്നാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ വെട്ടി താഴെ ഇട്ടു. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയുന്ന പേരാണ് റഫ് ടിമ്പർ എന്നുള്ളത്. ഓക്കെ, ട്രീ ഹാസ് ബീൻ ഫെൽറ്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലോഗ്സ് ആണ്. ലോഗ്സ് bark removed and cut into pieces of suitable length. ഓക്കെ, എന്താണ് നമ്മൾ ഇതിന്റെ വുഡിന്റെ ബാർക്ക്, എന്താണ് ആ ടേം, വുഡിന്റെ ബാർക്ക്, ആ ടേം ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് ഭാവിയിൽ ആവശ്യമുണ്ട്. ലോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, ലോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാർക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മൾ സ്യൂട്ടബിൾ ലെങ്ത്തിലുള്ള പീസസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിന് പറയാം വുഡ് ലോഗ്സ് എന്ന് പറയാം. ഓക്കെ, ലോഗ് എന്നാണ് നമ്മളതിനെ പറയാം. ഓക്കെ, ഇനി അതെപ്പോഴാണ് ടിമ്പർ ആവുന്നത്, അപ്പൊ നമുക്ക് എന്തായി, ലോഗ്സ് ആയി. ഇനി നമ്മൾ ലാസ്റ്റിൽ പറയുന്നതാണ് ടിമ്പർ. ഓക്കെ, അതെപ്പോഴാണ് ടിമ്പർ ആവുന്നത്, ടിമ്പർ ആവുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ timber after the log is seasoned and convert into commercial size like plank, batten, post, beams ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വുഡിനെ നമ്മൾ പ്രോപ്പർ ഷേപ്പിലേക്ക് മാറ്റി എടുക്കുകയാണ്. അത് പല നമ്മളൊരു മില്ലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സോ മിൽസ് കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്താ മരം ഇരുന്ന മില്ലുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, മരം മുറിക്കുന്ന മില്ലുകൾ.
അവിടെ പോയി നമ്മൾ ഒരു ഡെഫിനറ്റ് സൈസിൽ ടിമ്പറിനെ ആക്കിയെടുക്കുകയാണ് ചെയ്യുക, വുഡിനെ ആക്കിയെടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ വുഡിനെ നമ്മൾ ഡെഫിനറ്റ് സൈസിൽ അതിന്റെ തോലെല്ലാം ചെത്തി കളഞ്ഞെടുക്കുന്നതിനാണ് എന്താ പറയുക, ലോഗ്സ് എന്ന് പറയാം. ഈ ലോഗ്സ് ചിലപ്പോൾ സീസൺഡ് ആവും, ചിലപ്പോൾ നോൺ സീസൺഡ് ആവും. സീസൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിലെ സാപ്പ്, വുഡിൽ ഉണ്ടാവുന്ന എന്താ വെള്ളം അല്ലെ, അതിനെ നമ്മൾ സാപ്പ് എന്ന് വിളിക്കുക. അപ്പൊ ഈ സാപ്പ് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് ആയിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ടെർമൈറ്റ് അറ്റാക്ക് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സീസണെല്ലാം ചെയ്ത് നമുക്ക് വേണ്ട സൈസിലേക്ക്, നമുക്ക് പല എഞ്ചിനീയറിംഗ് പർപ്പസിനും പല സൈസിലാണ് നമുക്ക് ആവശ്യമുണ്ടാവും അല്ലെ. നമ്മൾ റൂഫ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വുഡൻ ട്രസ്സാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ മെമ്പേഴ്സിനും പല സൈസ് ഉണ്ടാവുക. ഇങ്ങനെ നമുക്ക് വേണ്ട എഞ്ചിനീയറിംഗ് സൈസുകളിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ടിമ്പർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത്രയും ടേമുകൾ, സ്റ്റാൻഡിങ് ടിമ്പർ, റഫ് ടിമ്പർ, ലോഗ്സ് ആൻഡ് ടിമ്പർ, ഇത്രയും ടേംസ് നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നോക്കുക ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണ്, ട്രീ ഫെൽ ചെയ്തിരിക്കുകയാണ്, ഫിഗറൊക്കെ ഒന്ന് നോക്കുക, എന്താണ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് കട്ട് ചെയ്ത് നമ്മൾ പല യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണാറുണ്ടല്ലോ, മരം വെട്ടിയെടുത്ത് ആ സ്പോട്ടിൽ തന്നെ അതിന്റെ ബാഗ്സ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അതിനുള്ള മെഷീനറീസ് ഒക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ പൊതുവെ നോർമലി അല്ലെങ്കിൽ ലോക്കലി നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി അത് പല രാജ്യങ്ങളിലും, ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും അങ്ങനത്തെ മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ ടിമ്പർ വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് എന്താണ്, ഫെൽ ചെയ്ത ട്രീ എവിടെ പോയി, ഇത് സോ മില്ലിലേക്ക് പോയിക്കാണ് കേട്ടോ. ട്രീ ഫെൽഡ് ഈ ഭാഗം ഇതാണ്, ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ സോ മില്ലിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് പ്ലാങ്ക്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് വിളിക്കാം, ലോഗ് എന്ന് വിളിക്കാൻ, ലോഗ്. ഓക്കെ, വുഡ് ലോഗ്സ് ആണത്. കാരണം എന്താ, ഇതിലെ ബാർക്ക് റിമൂവ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് സൈസിലേക്ക് ആക്കിയിരിക്കുന്നത് ഇത്. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അല്ലേ. ഇത് സോമില്ലത്തെ പ്രോസസ്സാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോമില്ലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ സോമില്ലിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇതുപോലുള്ള പ്രോസസ്സുകളെല്ലാം ഇവിടെ നടക്കുന്നു. ഓക്കെ, അപ്പോൾ വലിയ വണ്ടികളിൽ നമ്മൾ വുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും കാണാറുള്ളതായിരിക്കും. ജസ്റ്റ് നമ്മുടെ ഒരു മനസ്സിൽ ചില ചിത്രങ്ങൾ നിൽക്കാൻ വേണ്ടി മാത്രം കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വുഡൻ പ്രൊഡക്ട്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. എങ്കിലും നമ്മൾ വുഡിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ടിമ്പറിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പോകാം. കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ വെക്കുക. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്തെടുക്കുക. പഠിക്കാത്തവരാണെങ്കിൽ ഈ ടേംസ് ഒന്ന് പഠിച്ചെടുക്കുക. ഓക്കെ, നമുക്ക് ആദ്യം ട്രീ ആണല്ലോ, നമ്മൾ നല്ല ട്രീ, അതായത് നമുക്ക് സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറയാവുന്ന ഒരു ട്രീ ഉണ്ട്. ആ ട്രീനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. പ്രധാനമായിട്ടും ട്രീൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രീ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രീ ആണ് നമ്മൾ പറയുന്നത്. ശരി, എന്തൊക്കെയാണ് ട്രീ ഉള്ളത്? ട്രീ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഏതൊക്കെയാണ്? രണ്ട് തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് എക്സോജിനസ് ട്രീസും അതേപോലെ എൻഡോജിനസ് ട്രീസും. എക്സോജിനസ് ട്രീസ് ആൻഡ് എൻഡോജിനസ് ട്രീസ്. നമുക്ക് നേരെ അതിലേക്ക് ഓരോന്നിലും എന്താണെന്ന് പറയാം. ഇനി നമുക്ക് എക്സോജിനസ് ട്രീസിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? കോണിഫറസ് ആൻഡ് ഡെസിഡിയസ്. ഓക്കെ, കോണിഫറസ് ആൻഡ് ഡെസിഡിയസ്. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ട്രീ രണ്ട് തരം മനസ്സിലായി, എൻഡോജിനസ് ആൻഡ് എൻഡോജിനസ് ആൻഡ് എക്സോജിനസ്. എക്സോ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്, എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കുള്ള കാര്യം ആലോചിക്കുക. പിന്നെ എക്സോജിനസ് ട്രീസിന് തന്നെ, എക്സോജിനസ് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ കാണിക്കില്ലേ പുറത്തേക്ക്, എക്സോജിനസ് ട്രീസിന് തന്നെ കോണിഫറസ് ആൻഡ് ഡെസിഡിയസ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താ നോക്കാം, നോക്കൂ. ഫസ്റ്റ് നമ്മൾ എൻഡോജിനസ് ട്രീസ് എന്താന്ന് പറയാണ്. എൻഡോജിനസ് ട്രീസ് എന്ന് പറഞ്ഞാൽ ഗ്രോ ഉള്ളിലേക്ക് എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ഗ്രോ ഇൻവേർഡ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ, ഗ്രോ ഇൻവേർഡ് പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബ്രസ് മാസ്, പ്രത്യേകിച്ച് നാരുകളുള്ള കൂടുതലുള്ള മരങ്ങളാണ് നമ്മൾ എൻഡോജിനസ് ട്രീസ് എന്ന് പൊതുവെ പറയാറുള്ളത്. അത് ഗ്രോ ഇൻവേർഡ്, ഉള്ളിലേക്ക് വളരുന്ന തരത്തിലുള്ള മരങ്ങളായിരിക്കും. അത് നമ്മൾ എൻഡോജിനസ് ട്രീസ് എന്ന് പറയുന്നു. ഓക്കെ, എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് വഴി മനസ്സിലാവും. ടിമ്പർ ഫ്രം ദീസ് ട്രീസ് ഹാസ് വെരി ലിമിറ്റഡ് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ. ഇതിന് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ കുറവാണ്. ഇതിൽ ചില ടൈപ്പ് സാധനങ്ങൾ മാത്രമേ നമ്മൾ എഞ്ചിനീയറിംഗ് വർക്കുകൾക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. കമ്പാരിറ്റീവ്ലി എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ കുറവാണ്. അത്രയും സ്ട്രോങ് ടിമ്പർ ആയിരിക്കില്ല എന്ന് കിട്ടുക. കാരണം നോക്കാം, നമുക്ക് എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് എൻഡോജിനസ് ട്രീസ് ആയിട്ടുള്ള ചിലതാണ് ബനാന, വാഴ അല്ലെ, അതേപോലെ ബാംബു മുള, പാം കെയിൻ പോലുള്ളത്, എന്താ പറയുക പന പോലുള്ള, പിന്നെന്താണ് നമ്മുടെ തെങ്ങ് കവുങ്ങ് പോലുള്ള മരങ്ങൾ. ഓക്കെ, കോക്കനട്ട് ട്രീ, ഇതെല്ലാം ഇതിൽ വരുന്ന
എൻഡോജിനസ് ട്രീസിൽ വരുന്ന മരങ്ങളാണ്. ഓക്കെ, ഇതിനൊക്കെ എഞ്ചിനീയറിംഗ് ഫങ്ഷൻസ് കുറവാണ്. ഈ തെങ്ങ്, പന പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അത് ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് ആയിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പൊതുവെ അങ്ങനെ ഉപയോഗിച്ച് കാണാറില്ല. അത് അവൈലബിലിറ്റി കുറവാണ്, എക്സ്പെൻസ് കൂടുതലാണ്, അത് ട്രീറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാത്തത്. എങ്കിലും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ബാമ്പുവും പല എഞ്ചിനീയറിംഗ് പർപ്പസിനും ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്, ഫ്ലോറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെക്കറേറ്റീവ് പർപ്പസിനാണ് പ്രധാനമായിട്ടും ബാമ്പു ഉപയോഗിക്കുക. പലയിടത്തും റൂഫിംഗ് ഒക്കെ ചെയ്താൽ ബാമ്പു റൂഫിംഗ് ചെയ്തിട്ട് റിസോർട്ടുകളിലൊക്കെ പോയാൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതിന്റെയൊക്കെ പ്രത്യേകത നമുക്ക് നോക്കിയറിയാം, നിറയെ ഫൈബ്രസ് ആയിട്ടുള്ള മരങ്ങളാണ്, നാരുകൾ കൂടുതലുള്ള തരത്തിലുള്ള മരങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം എൻഡോജിനസ് ട്രീകളെല്ലാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറഞ്ഞ എക്സോജിനസ് ട്രീസ് ആണ്. എക്സോജിനസ് ട്രീസിന് പ്രത്യേകത അത് പുറത്തേക്ക് വളരുന്ന അല്ലെങ്കിൽ വീതി കൂടി വരുന്ന തരത്തിലുള്ള മരങ്ങളാണ് എക്സോജിനസ് ട്രീസ് നമുക്ക് പറയാൻ പറ്റുക. എന്താണ് അതിന്റെ പ്രത്യേകത പറയുന്നത്? ഇൻക്രീസ് ഇൻ ബൾക്ക് ബൈ എന്താണ് ഗ്രോയിങ് ഔട്ട്വേർഡ് ഗ്രോത്ത് ആണ് ഇതിന് സംഭവിക്കുന്നത്. പുറത്തേക്ക് വളരുന്ന, അതിന് പ്രായം കൂടുമ്പോൾ അതിന്റെ വീതി കൂടി വരുന്ന തരത്തിലുള്ള മരങ്ങളാണ് എക്സോജിനസ് ട്രീസ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ പ്രത്യേകത ഇതിൽ ആനുവൽ റിംഗ്, അടുത്ത ഇമ്പോർട്ടൻറ്റ് ടൈം നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടൈമാണ് എന്താണ്? ആനുവൽ റിംഗ്സ്. ഓക്കെ, ഇതിൽ ആനുവൽ റിംഗ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിൽ എന്തുണ്ടാവും? ആനുവൽ റിംഗ്സ് ഉണ്ടാവും. അപ്പോൾ ആനുവൽ റിംഗ് എന്നുള്ള വാക്ക് നമ്മൾ ഇതേപോലെ ഓർത്ത് വെക്കേണ്ട ഒരു വാക്കാണ് കേട്ടോ, ആനുവൽ റിംഗ്. എന്താണ് അത്? വുഡ് കട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ റിംഗ് ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ആ വാക്ക് ഒന്ന് ആലോചിച്ച് വെക്കാം. ശരി, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടിംബർ യൂസ് ഫോർ എഞ്ചിനീയറിംഗ് പർപ്പസ്. ഈ മരങ്ങളുടെ പ്രത്യേകത എന്താണ്? എഞ്ചിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ടിമ്പേഴ്സ് ആണത്. ഓക്കെ, എക്സോജിനസ് ട്രീസിന് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് യൂഷ്വലി നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? എഞ്ചിനീയറിംഗ് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഈ എക്സോജിനസ് ട്രീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു ഓർക്കുണ്ടോ? കോണിഫറസ് ആൻഡ് ഡെസിഡിയസ്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താ നമുക്ക് നോക്കാം. എന്താണ് അവയുടെ പ്രത്യേകത നോക്കാം. അപ്പോൾ ഇത് എഞ്ചിനീയറിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന മരങ്ങളാണ് മനസ്സിലായി. ഇനി കോണിഫറസിലും ഡെസിഡിയസിലും എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് കോണിഫറസ് ട്രീസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത ഇത് സോഫ്റ്റ് വുഡ് ആയിരിക്കും. ഓക്കെ, ലൈക്ക് ഡിയോഡർ, ദേവദാരു മരമൊക്കെ കണ്ടല്ലോ, കാറ്റാടി പോലുള്ള അങ്ങനെയുള്ള മരങ്ങൾ, ഡിയോഡർ പോലുള്ള സോഫ്റ്റ് വുഡ് ട്രീസ്. അപ്പോൾ ആ മരത്തിന് അത് കമ്പാരിറ്റീവ്ലി സോഫ്റ്റ് തന്നെയായിരിക്കും. വുഡ് പറയുന്ന പോലെ തന്നെ സോഫ്റ്റ് വുഡ് ആയിരിക്കും. റോസ് വുഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനത്തെ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള തടിയായിരിക്കും ഇതിനുണ്ടാവുക. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് വുഡ് ആണ് കോണിഫറസ് ട്രീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതേപോലെ ഡെസിഡിയസ് ട്രീസിന് പ്രത്യേകത എന്താ? അത് ഹാർഡ് വുഡ് ആയിരിക്കും, ലൈക്ക് ഓക്ക്, ടീക്ക്, തേക്ക് പോലുള്ള മരങ്ങൾ. അതാണ് നമ്മൾ ഡെസിഡിയസ് ട്രീസ് എന്ന് പറയാം. അത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഈ കോണിഫറസിന്റെയും ഡെസിഡിയസിന്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് വഴിയെ നോക്കാം. ഫസ്റ്റിൽ ഇത് മനസ്സിലാക്കാം, കോണിഫറസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് വുഡ് ആയിരിക്കും, ഡെസിഡിയസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വുഡ് ആയിരിക്കും. ഓക്കെ, ഇനി എന്തായിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്നുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എക്സോജിനസ് ട്രീസിന്റെ എക്സോജിനസ് ട്രീസിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള കോണിഫറസ് അതായത് ഡെസിഡിയസ് ട്രീസിനെ കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? എക്സോജിനസ് ട്രീസിനെ കുറിച്ചാണ് പറയുന്നത്. ടിംബർ അവൈലബിൾ ഫ്രം എക്സോജിനസ് ട്രീസ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്തായിരുന്നു? കോണിഫറസ്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ എവർഗ്രീൻ എന്ന് പറയും. കോണിഫറസ്, കോൺ എന്നുള്ള കാലങ്ങളിലേക്ക് ഇതിന്റെ ലീവ്സിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയാൻ പോണത്. ആദ്യം നമ്മൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആണ് എന്താണ്? ട്രീ സീൽ സോഫ്റ്റ് വുഡ് ആണ് നമുക്ക് ഇന്ന് കിട്ടുക. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. കോണിഫറസ് ട്രീസ് നമുക്ക് കിട്ടുക സോഫ്റ്റ് വുഡ് ആയിരിക്കും. ഓക്കെ, ഹെവി ആയിട്ടുള്ള ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള വുഡ് നമുക്ക് ഇന്ന് കിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു പോയിന്റ്. ഓക്കെ, പിന്നെ പറയുന്നത് ദീസ് ആർ ട്രീസ് വിത്ത് പോയിന്റഡ് ലീവ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കുക. ഇതെന്താണ്? ഇതിന് പോയിന്റഡ് ലീവ്സ് ആണോ? കോണിഫറസ്, കോണുള്ള തരത്തിലുള്ള എന്നുള്ള രീതിക്ക് ആലോചിക്കുക. പോയിന്റഡ് ലീവ്സ് ആയിരിക്കും. നമ്മൾ പറഞ്ഞ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് ഡിയോഡർ, അല്ലെ? പൈൻ ട്രീ, പൈൻ മരങ്ങൾ നിങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെ? ഇതെല്ലാം എന്താണ്? ഇതിന്റെയൊക്കെ ഇതെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്ന മരങ്ങൾ. ഇതിന്റെയൊക്കെ ലീവ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂർത്ത ഇലകളുള്ള തരത്തിലുള്ളതായിരിക്കും ഉണ്ടാവുക. പോയിന്റഡ് ലീവ്സ് ആയിട്ടുള്ള മരങ്ങളാണ് ഇവയെല്ലാം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞു. എന്തൊക്കെയാണ് എക്സാമ്പിൾസ് പറഞ്ഞാൽ? ഡിയോഡർ, പൈൻ, അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട്. കോണിഫറസ് ട്രീസ് സോഫ്റ്റ് വുഡ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി എങ്ങനെയാണെങ്കിൽ ഡെസിഡിയസ് ട്രീസിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഡെസിഡിയസ് ട്രീസിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന് ഏത് തരത്തിലുള്ള വുഡ് നമുക്ക് കിട്ടുക? ഹാർഡ് വുഡ്, അല്ലെ? ഹാർഡ് വുഡ് ആണ് കിട്ടുക. അപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് പ്രധാനമായിട്ട് ഉപയോഗിക്കാം. പല ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കുക. ഡെസിഡിയസ് ട്രീസ് എന്നുള്ള പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കുക. അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അതിന്റെ ഇലയുടെ പ്രത്യേകം കൂടി, ലീവ്സിന്റെ പ്രത്യേകത കൂടി നമുക്കത് പറയാം. എന്താണ്? ബ്രോഡ് ലീവ്സ് ആയിരിക്കും. അതിന്റെ ലീവ്സ് എങ്ങനെയായിരിക്കും? ബ്രോഡ്
ലീവ്സ് ആയിരിക്കും, വിടർന്ന ഇലകളിലായിരിക്കും. ഇപ്പോൾ ടീക്ക് വുഡ് ഒക്കെ നമ്മൾ നോർമലി കാണുന്ന സാധനമാണ് അല്ലേ. ആഞ്ഞിലി വുഡ്, ടീക്ക് വുഡ് പോലുള്ള സാധനങ്ങളൊക്കെ എന്താണ് ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. വലിയ ഇലയായിരിക്കും ഉണ്ടാവുക അല്ലെ, വലിയ ഇലകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ഷിഷാം, ഓക്ക്, ടീക്ക് വുഡ് ഇതൊക്കെ എന്താണ് ഈ ഒരു ഡെസിഡിയസ് ട്രീസിന് എക്സാമ്പിൾ ആണ്. ഹാർഡ് വുഡ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഡെസിഡിയസ് ട്രീസ് നിന്നാണ്. ഓക്കെ, ആ പേരുകൾ കമ്പാരിസൺ നമുക്ക് മനസ്സിലായല്ലോ. ബേസിക് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ട്രീനെ കുറിച്ച് പറയുമ്പോൾ. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് സോഫ്റ്റ് വുഡ്, ഹാർഡ് വുഡും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, ഈ സോഫ്റ്റ് വുഡിൻ്റെ ഹാർഡ് വുഡിൻ്റെ മറ്റൊരു ഡിഫറൻസ് നമ്മളവിടെ പറയേണ്ടുന്ന ഒരു കാര്യം ഫിഗർ വെച്ച് പറയാണ്. സോഫ്റ്റ് വുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കമ്പാരിറ്റീവ്ലി അത്ര ലോഡ് ബിയറിംഗ് ആയിരിക്കില്ല. കമ്പയർ ടു ഹാർഡ് വുഡ് അത്ര ലോഡ് എടുക്കാൻ കഴിയുന്ന സ്ട്രക്ചേഴ്സ് ആയിരിക്കില്ല. പക്ഷേ സോഫ്റ്റ് വുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആനുവൽ റിങ്സ് ഇതിൽ വിസിബിൾ ആയിരിക്കും. ആനുവൽ റിങ്സ്, അപ്പം എന്താ ആനുവൽ റിംഗ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു അല്ലേ, വഴി നമ്മൾ പറയും. ഈ ഫിഗറിൽ കാണുന്ന ഇവയാണ് ആനുവൽ റിങ്സ്. ഓക്കെ, ഇതിൽ റിങ്ങുകൾ കാണണ്ടല്ലോ, ഇങ്ങനെ റിങ്ങുകൾ കാണണ്ടല്ലോ. ഇങ്ങനെ വട്ടത്തിൽ കാണുന്ന ഈ റിങ്ങുകൾക്കാണ് എന്താ പറയുക? ആനുവൽ റിങ്സ് എന്ന് പറയാം. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും നോർമലി ഓരോ ആനുവൽ റിംഗ് ആയിട്ടാണ് വുഡിനെ ആഡ് ആവുക. ഈ ആനുവൽ റിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് റഫ്ലി വുഡിന്റെ ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആനുവൽ റിങ്സ് ഉപയോഗിക്കാം. അതായത് ഈ ആനുവൽ റിംഗ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വുഡിന് എത്ര ഏജ് ആയി നമുക്ക് റഫ്ലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതിനും കൂടി ഉപയോഗിക്കുന്ന ഒന്നാണ് ആനുവൽ റിങ്സ് പറഞ്ഞാൽ. അപ്പോൾ സോഫ്റ്റ് വുഡ് ആണെങ്കിൽ അതിൽ എന്തുണ്ടാവും? അതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആനുവൽ റിങ്സ് വിസിബിൾ ആയിരിക്കും. ഓക്കെ, എന്നാൽ ഹാർഡ് വുഡിന്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് ടീക്ക് വുഡ് പോലുള്ള ഇതിന്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ആനുവൽ റിങ്സ് കാണുന്നുണ്ടോ? ആനുവൽ റിങ്ങുകൾ ഉണ്ട് ഇവിടെ, പക്ഷെ അത് പ്രോപ്പർലി വിസിബിൾ അല്ല അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള അതാണ് ഹാർഡ് വുഡ്. പക്ഷെ എന്തായിരിക്കും അതിന്റെ ഈ ഒരു പോർഷൻ, നമ്മൾ ഈ കാണുന്ന ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡായിരിക്കും. അപ്പം നല്ല എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ടിമ്പർ നമുക്ക് ഉണ്ടാക്കാൻ ഇത്തരം വുഡുകൾ നമുക്ക് സാധിക്കുക. ഓക്കെ, അതാണ് ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ സാധിക്കുക. ഇവിടെ പറയുന്നുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ സോഫ്റ്റ് വുഡ് അഥവാ കോണിഫറസ് ആയിട്ടുള്ള വുഡ്സ് ആൻഡ് ഹാർഡ് വുഡ്. അതായിരുന്നു ഡെസിഡിയസ് ട്രീസ് ആയിരുന്നു അല്ലെ. ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കുറെ ഡിഫറൻസ് ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ടേബിൾ നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി പറഞ്ഞു, ബേസ്ഡ് ഓൺ ആനുവൽ റിങ്സ് അല്ലെ. അപ്പോൾ സോഫ്റ്റ് വുഡിന്റെ കേസിൽ എന്താ പറയാൻ നോക്കൂ. സോഫ്റ്റ് വുഡാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോഫ്റ്റ് വുഡ് അതിൽ എന്താ ഫസ്റ്റ് പോയിന്റ് പറയണം? ആനുവൽ റിങ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിസ്റ്റിങ്ക്റ്റ് ആനുവൽ റിങ്സ് കാണാൻ പറ്റും. മെഡുലറി റേസ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ്. അതായത് ആനുവൽ റിങ്സ് കറക്റ്റ് ആയിട്ട് കാണും, പക്ഷെ മെഡുലറി റേസ് അതെന്തായിരുന്നു? അത് നമുക്ക് വഴിയെ പറയാനുള്ളതാണ്. ഇതിൽ നമ്മൾ കാണുന്ന വുഡിന്റെ ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊന്നാണ് എന്ത്? മെഡുലറി റേ എന്ന് പറയുന്നത്. അപ്പൊ ഈ മെഡുലറി റേ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ആനുവൽ റിങ്സ് പ്രോപ്പർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ളതിനാണ് നമുക്ക് എന്താ പറയുക, അങ്ങനെയുള്ളതാണ് സോഫ്റ്റ് വുഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഹാർഡ് വുഡിന്റെ കേസ് വരുമ്പോൾ എന്താണ്? ഹാർഡ് വുഡിൽ ആനുവൽ റിങ്സ് ആർ നോട്ട് ഡിസ്റ്റിങ്, കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. മെഡുലറി റേസ് ആർ ഡിസ്റ്റിങ്, പക്ഷെ മെഡുലറി റേസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ലൈനുകൾ അല്ലേ, ഇത് ക്രാക്സ് ആണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള റേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ട് ഇതിൽ കാണാൻ പറ്റും. ഇവിടെ ഈ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക? മെഡുലറി റേസ് ഉണ്ടാവുക. ഓക്കെ, അത് നമുക്ക് എന്താണ് ഹാർഡ് വുഡിലാണ് കുറച്ചും കൂടി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റുക. ഓക്കെ, അത് നിങ്ങൾ പ്രധാനമായിട്ടും ആനുവൽ റിങ്ങിന്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ സോഫ്റ്റ് വുഡ് എങ്ങനെയായിരിക്കും? ലൈറ്റ് ഇൻ കളർ ആയിരിക്കും. ഹാർഡ് വുഡ് പൊതുവെ എങ്ങനെയായിരിക്കും? ഡാർക്ക് കളേർഡ് ആയിരിക്കും. ഓക്കെ, സോഫ്റ്റ് വുഡ് പൊതുവെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഹാർഡ് വുഡ് ഒബ്വിയസ്ലി എന്തായിരിക്കും? ഹെവി ആയിരിക്കും. ഓക്കെ, ശരി. ഇനി സോഫ്റ്റ് വുഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഗ്രെയിൻ സ്ട്രക്ചർ ആയിരിക്കും. പിന്നെ ഇവിടെ എന്തായാലും ഗ്രെയിൻ സ്ട്രക്ചർ ആയിരിക്കും അല്ലെ. അതായത് ഇങ്ങനെ ഇടതുകൂർന്ന് നിൽക്കുന്ന പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇവിടെ സ്ട്രോങ് ഇൻ റെസിസ്റ്റിംഗ് ഡയറക്റ്റ് ടെൻഷൻ ബട്ട് വീക്ക് ഇൻ റെസിസ്റ്റിംഗ് കംപ്രഷൻ ഓർ ഷിയർ. ഓക്കെ, അതായത് ഇവിടെ കംപ്രഷൻ ഓർ ഷിയർ, സ്ട്രോങ് ഇൻ റെസ്റ്റിംഗ് ഡയറക്റ്റ് ടെൻഷൻ എടുക്കുന്നതിന് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും, ടെൻസൈൽ ഫോഴ്സ് എടുക്കുന്നതിന്. പക്ഷെ കംപ്രഷൻ അതേപോലെ ഷിയറൊക്കെ എടുക്കുന്നതിന് കുറച്ച് കമ്പാരിറ്റീവ്ലി വീക്ക് ആയിരിക്കും. ഇവിടെ എന്താണ്? ഇത് കുറച്ച് നല്ല ഹാർഡ് വുഡ് നല്ല സ്ട്രോങ് ആയിരിക്കും അല്ലെ. ഈക്വലി സ്ട്രോങ് ഇൻ റെസിസ്റ്റിംഗ് ടെൻഷൻ, കംപ്രഷൻ ആൻഡ് ഷിയർ. എല്ലാ തരത്തിലുള്ള ലോഡ് എടുക്കാൻ എന്തായിരിക്കും? സ്ട്രോങ് ആയിട്ടുള്ള സാധനമായിരിക്കും. ആരെന്ന് പറഞ്ഞാൽ ഹാർഡ് വുഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കാവുന്ന കമ്പാരിസൺ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ കുറേ ടേമുകൾ പറഞ്ഞിരുന്നു. ആനുവൽ റിങ്സ്, അതേമാതിരി എന്താണ് ഈ പറഞ്ഞ പോലെ പല ലെയറുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അങ്ങനെ ഓരോ ഇയർലി ഓരോ ലെയർ ഫോം ചെയ്യുന്നു പറഞ്ഞിരുന്നു അല്ലെ. പിന്നെ നമ്മളിവിടെ പറഞ്ഞ അതേപോലെ മെഡുലറി റേസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. അത് എന്താണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വുഡിനെ
വുഡിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നമ്മൾ എക്സാമിൻ ചെയ്യണം, ശരിയല്ലേ? അങ്ങനെ ഒരു വുഡിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് പറയുന്നത്. ഓരോ ടേമുകളും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കി വെക്കുക. ജനറലി നമുക്കിപ്പോൾ എഞ്ചിനീയറിംഗ് വർക്കുകൾക്കുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ ഈ ടേമുകളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇതിൽ ഏത് ഭാഗമാണ് നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? നമ്മൾ നേരെ ക്രോസ് സെക്ഷൻ ഓഫ് ആൻ എക്സോജിനസ് ട്രീ. ഒരു എക്സോജിനസ് ട്രീൻ്റെ ക്രോസ് സെക്ഷനാണ് എടുത്തിരിക്കുന്നത്. യൂഷ്വലി നമുക്ക് സോഫ്റ്റ് ഫുഡ് ആണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം, എന്നാലും നമുക്ക് ആനൽ റിങ്സ് ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നോർമലി നമുക്ക് എല്ലാം കാണാൻ വേണ്ടിയുള്ള ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആനൽ റിങ്സും അതേപോലെ മെഡുലറി റേസും എല്ലാം അതിൽ നന്നായിട്ട് വിസിബിൾ ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ കാണുന്നതാണെന്ത് ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വുഡിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ടേംസും പറഞ്ഞിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ ആദ്യം പറയുകയാണ്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് എന്താണെന്ന് പറയണം. അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഞാൻ ഓരോ ടേം ഒന്ന് പറയുകയാണ്. ഇവിടെ നോക്കുക, ഈ ഇന്നറിൽ കാണുന്ന ഇന്നർ പോർഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന പേര് പിത്ത് എന്നാണ്. ഓക്കെ ആണല്ലോ, ശരി. പിന്നെ അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ സർക്കുലർ കാണുന്ന ഈ പോർഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഹാർട്ട് വുഡ് എന്നാണ്. ഓക്കെ, ഹാർട്ട് വുഡ് എന്നാണ്. പിന്നെ അതിന് പുറമെ നമ്മൾ കുറച്ചും കൂടി പുറത്തു കൂടെ ഒരു പോർഷൻ നമ്മൾ കാണുന്നുണ്ട്. ആ പോർഷൻ നമ്മൾ വിളിക്കുന്ന പേര് സാപ്പ് വുഡ് എന്നാണ്. സാപ്പ് വുഡ്. ഓക്കെ, അടുത്ത ഒരു ലെയർ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഈ ലെയർ, ആ ലെയർ നമ്മൾ വിളിക്കുന്ന പേര് കാമ്പിയം ലെയർ എന്നാണ്. ഓക്കെ, പിന്നെ അതിനുണ്ടാവുക ബാർക്ക്. ബാർക്ക് എന്ന് പറഞ്ഞാൽ തൊലിയാണ്, മരത്തിന്റെ തോല് അല്ലെ. ആ തോല് നമ്മൾ പറയുന്ന പേര് ബാർക്ക് എന്നാണ്. ഓക്കെ, അത് നമ്മൾ 2 തരത്തിൽ ചെയ്താൽ ഇതിന്റെ ബാർക്കിന്റെ തോലിന്റെ ഉൾവശം നിങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഏതെങ്കിലുമൊക്കെ മരത്തിന്റെ ഒക്കെ തോല്, പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയാ ജാക്ക് ഫ്രൂട്ട് ട്രീ, പ്ലാവിന്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മരങ്ങൾ പൊളിച്ചെടുത്ത് നിങ്ങൾ കുട്ടിക്കാലത്ത് ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ നമ്മൾ കണ്ടല്ലോ, ആ തൊലി പൊളിക്കുമ്പോൾ ഉൾവശം നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറംവശം നല്ല റഫ് ആയിരിക്കും അല്ലെ. അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഇന്നർ സൈഡ് നമ്മൾ പറയുന്ന പേരാണ് ഇന്നർ ബാർക്ക്. പുറമെ റഫ് ആയിട്ടുള്ള ഔട്ടർ സൈഡ് നമ്മൾ പറയുന്ന പേരാണ് ഔട്ടർ ബാർക്ക്. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള എന്താണ് റേഡിയലി ഇന്ന് കുറച്ച് റേസ് പുറത്തേക്ക് പോകുന്നുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മെഡുലറി റേസ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുപോലെ ഇവിടെ ഗ്രോത്ത് റിങ്സ് അല്ലെങ്കിൽ ആനുവൽ റിങ്സ് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിങ്ങുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആനുവൽ റിങ്സ്, അല്ലെങ്കിൽ നമുക്കതിനെ ഗ്രോത്ത് റിങ്സ് എന്ന് നമുക്കതിനെ പറയാൻ സാധിക്കും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഭാഗങ്ങൾ, അപ്പോൾ ഓരോ ടേംസ് എവിടെ ഇരിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഫിഗർ ഒന്ന് മനസ്സിലേക്ക് വരട്ടെ. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പറയുകയാണ്. ഫസ്റ്റ് പിത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സെൻട്രൽ പോർഷൻ നമ്മൾ പിത്ത്, അതിന് മറ്റൊരു പേര് മെഡുല്ല. ഓക്കെ, മെഡുല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ തലയിലൊക്കെ മെഡുല്ല പറയുമല്ലോ അല്ലെ, മെഡുല്ല ഒബ്ലാങ്കേറ്റ നമ്മൾ പറയാറുണ്ട് അല്ലെ. അങ്ങനെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. സെൻട്രൽ പോർഷൻ ആണെന്ന് വിചാരിക്കുക അല്ലെ. അപ്പോൾ മെഡുല്ല എന്ന് പറയുന്നത് സെൻട്രൽ പോർഷൻ ആണ്. അപ്പോൾ പിത്ത് ഓർ മെഡുല്ല എന്നുള്ളതാണ് ആ സെൻട്രൽ പോർഷൻ. ഇന്നർ മോസ്റ്റ് പോർഷൻ ആണ്. എന്താ പറയുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്നർമോസ്റ്റ് സെൻട്രൽ പോർഷൻ ഓർ കോർ ഓഫ് ദ ട്രീ. ഓക്കെ, കോർ ഓഫ് ദ ട്രീ എന്ന് പറഞ്ഞാൽ ആരാണ്? പിത്ത് അല്ലെങ്കിൽ മെഡുല്ലയാണ്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് സെല്ലുലാർ ടിഷ്യൂസ്, നറിഷസ് ദ പ്ലാന്റ് ഇൻ യങ് ഏജ്. അതായത് ഒരു ചെടി വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ആ പ്രധാനമായിട്ടും അതിനുണ്ടാവുന്ന സെൻട്രൽ പോർഷൻ, ആ ഭാഗം തന്നെയാണ് അതിനുണ്ടാവുക. അത് വളർച്ചയുടെ സമയത്ത് ഈ ചെടിക്ക് വേണ്ട വേരിൽ നിന്ന് വരുന്ന ഭക്ഷണം എല്ലാം എത്തിച്ചു കൊടുക്കുന്ന ത്രൂ ഏതാണ്? പിത്തിലൂടെ തന്നെയാണ്. ഓക്കെ, ഗ്രാജുവലി അത് വളരാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വളരാൻ തുടങ്ങുമ്പോൾ ഡൈസപ്പ് ആൻഡ് ഡീകേ ആസ് പ്ലാൻ ഗെറ്റ് ഓൾഡർ. അത് വളർച്ചയ്ക്കനുസരിച്ച് പുറത്ത് പുതിയ പുതിയ ലെയറുകൾ ഫോം ചെയ്യുന്നതനുസരിച്ച് ആ നടുവശം ഡീകേ ആയി പോകും അല്ലെ. നമ്മളൊരു ഹാർഡ് വുഡ് എടുത്താൽ തന്നെ, ടീക്ക് വുഡൊക്കെ എടുത്താൽ തന്നെ അതിന്റെ സെൻട്രൽ പോർഷൻ, നമുക്ക് സൈഡിലെ പോർഷനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ടാവും. ആ സെൻട്രൽ പോർഷൻ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ആ സെൻട്രൽ പോർഷൻ. പല വുഡുകളിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു ഡീകേ ആയിട്ടുള്ള പിത്ത് എന്നുള്ള പോർഷനാണ്. അത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പർപ്പസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോർഷൻ ആയിരിക്കില്ല. ആ പോർഷൻ നമുക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ സ്ട്രെങ്ത് ഇല്ലാത്തൊരു പോർഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ പറയുന്നത് സാപ്പ് വുഡ് കൺവേർട്ട് ടു വുഡി ഫൈബേഴ്സ്. അതായത് സാപ്പ് വുഡ് എന്താവും, പുതിയ വുഡ് ഫൈബേഴ്സ് ആയിട്ട് ഇതിന്റെ കവർ ചെയ്തുകൊണ്ട്, പിത്തിനെ കവർ ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്തിന്റെ സമയത്ത് വന്ന് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ സെൻട്രൽ പോർഷൻ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? പിത്ത് എന്നാണ് നമ്മൾ അതിന് വിളിക്കുന്ന പേര്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞു, നമ്മുടെ ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, ഈ ഇയർ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് ആനുവൽ റിങ്സ് എന്നാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ആനുവൽ റിങ്സിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ദ റിങ്സ് ഓഫ് വുഡി ഫൈബർ അറേഞ്ച്ഡ് ഇൻ കോൺസെൻട്രിക് സർക്കിൾ അറൌണ്ട് ദ പിത്ത് നോൺ ആസ് ആനുവൽ റിങ്സ്.
ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ലേയേഴ്സ് വുഡിനുണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ ലേയേഴ്സ് എല്ലാം ഇങ്ങനെ വന്ന് ചേരുന്നതിനനുസരിച്ച് ഇങ്ങനെ പുതിയ എന്താണ് റിങ് ആയിട്ട് വുഡിന് ഫോം ചെയ്യും. ഇപ്പോൾ ഒരു ഹാർഡ് വുഡിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ആൾമോസ്റ്റ് ഹാർഡ് വുഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആനൽ റിങ്സ് കാണാൻ പറ്റും. നമുക്കിതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ റിങ്ങുകൾ നമുക്ക് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാ ആനൽ റിങ് അല്ലേ, ഈ റിങ്ങുകൾ നമുക്ക് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആഡ് ആയിരിക്കുന്ന പുതിയ ലെയറിൻ്റെ കൗണ്ട് നമുക്ക് കിട്ടും. ആ കൗണ്ട് തന്നെയാണ് എന്ത് ഏജ് ഓഫ് ട്രീ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കൺസിഡർ ചെയ്യുന്ന റിങ്ങുകൾ തന്നെയാണെന്ത് നമ്മുടെ ഏജ് ഓഫ് ട്രീ ആയിട്ട് നമ്മൾ പറയാം. The ring woody fiber നമ്മൾ പറഞ്ഞു arranged in correctly concentric circle around the pith is known as anal ring. Okay, one such ring is added every year. Normally one such ring is added every year. Okay, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏജ് ഓഫ് ട്രീ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും യൂസിങ് ദിസ് ആനൽ റിംഗ്. ഓക്കെ, ഇനി പിത്താണ് ഏറ്റവും പുറത്ത് പറഞ്ഞത്. പിന്നെ നമ്മൾ റിങ്ങുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ റിങ്ങുകൾ പല ലേയേഴ്സ് ഒന്ന് ജോയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി പിത്തിനെ കവർ ചെയ്തുകൊണ്ടുള്ള പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് ഹാർട്ട് വുഡ്. ഓക്കെ, ഹാർട്ട് അല്ലെ, നമ്മൾ മരത്തിന്റെ കാതൽ, ആ വാക്ക് കേട്ടു നിങ്ങൾ, മരത്തിന്റെ കാതൽ എന്ന് പറയുന്ന വാക്ക് അല്ലെ, ഹാർട്ടിൽ നിന്നാണ് കാതൽ വരിക അല്ലെ. അപ്പോൾ ആ കാതൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹാർട്ട് വുഡ്. ഓക്കെ, മനസ്സിൽ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, തമിഴിലെ കാതൽ ഓർക്കുക. ഓക്കെ, ഹാർട്ടായിട്ട് ലിങ്ക് ചെയ്യുക. ശരി, എന്താണ് ഹാർട്ട് വുഡ് എന്ന് പറഞ്ഞാൽ ഇന്നർമോസ്റ്റ് റിംഗ് ആണ്. ഇന്നർമോസ്റ്റ് റിംഗ് സറൗണ്ടിങ് ദ പിത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഹാർട്ട് വുഡ്. ഓക്കെ, എന്താണ് പിത്തിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ലെയറിനാണ് എന്ത് വിളിക്കുന്നത്, ഹാർട്ട് വുഡ് എന്ന് വിളിക്കുക. ദിസ് വുഡ് ഈസ് ഡാർക്കർ ഇൻ കളർ, സ്ട്രോങ്ങർ, മോർ കോമ്പാക്ട് ആൻഡ് ഡ്യൂറബിൾ. ഒരു വുഡിന്റെ സ്ട്രോങ് ആയിട്ടുള്ള പോർഷൻ അല്ലെങ്കിൽ നല്ല മരം ആണെങ്കിൽ അതിന് നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് ഉപയോഗിക്കാവുന്ന ഭാഗം എന്ന് പറയുന്നതാണ് ഈ ഹാർട്ട് വുഡാണ്. അത് അഗെയിൻ ഗ്രോ ചെയ്യുന്ന ഒരു പോർഷൻ ആയിരിക്കില്ല, അതുകൂടെ വുഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവില്ല. ആ പോർഷനിൽ സാപ്പ് കുറവായിരിക്കും, അത് നല്ല സ്ട്രോങ് ആയിരിക്കും, എന്തായിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കും, ഡ്യൂറബിൾ ആയിരിക്കും. ഓക്കെ, നോ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്രോത്ത് പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അതായത് എന്താ ഗ്രോത്ത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിൽ നിന്ന് വലിച്ചെടുക്കുന്ന വളമെല്ലാം എവിടെ കൊണ്ടുപോകുക, ഇലയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക, അവിടെ നിന്ന് തിരിച്ച് എല്ലാ ഭാഗത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇങ്ങനെ പ്രോസസ്സാണ് നടക്കുന്നത്. നമുക്ക് ചെറിയ ക്ലാസ്സുകളെ അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു പ്രോസസ്സിന് ഈ ഹാർട്ട് വുഡ് എന്നുള്ള പോർഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതിന് പുറമുള്ള പോർഷൻസ് ആണ് അതിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നു, അത് സ്ട്രോങ് ആയി ഹാർഡായി മരത്തിന്റെ സ്റ്റെബിലിറ്റീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രെയിം വർക്കായിട്ട് അവിടെ നിൽക്കുന്ന ഒന്നാണ് ഹാർട്ട് വുഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും. അറൗണ്ട് പിത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം എന്താണ്, ഹാർട്ട് വുഡ് ആണ് സ്ട്രോങ് പോർഷൻ. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് സാപ്പ് വുഡ് ആണ്. ഓക്കെ, ഹാർട്ട് വുഡിനെ കവർ ചെയ്തുകൊണ്ട് ചുറ്റി വരുന്ന സാധനമാണ് സാപ്പ് വുഡ്. ഓക്കെ, സാപ്പ് വുഡ് അല്ലെങ്കിൽ ആൽബേണം നമ്മൾ അതിന് പറയുന്നത്. സാപ്പ് വുഡിന്റെ പരിപാടി എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് ഔട്ടർ ആനൽ റിംഗ് ഓഫ് ദ ട്രീ constitute the sapwood which transmit a sap from root to branches. പ്രധാനമായിട്ടും ഈ വെള്ളം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വേരിൽ നിന്ന് ഇലകളിലേക്കും തിരിച്ചൊക്കെ കൊണ്ടുപോകുന്ന ഒരു പോർഷനാണ് സാപ്പ് വുഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹാർട്ട് വുഡിന് അറൗണ്ട് ആയിട്ടാണ് സാപ്പ് വുഡ് ഉണ്ടാവുക. ഇതാണ് ആക്റ്റീവായിട്ട് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്രോത്ത് ഓഫ് ട്രീ ചെയ്യുന്നത് ആരാണ്, സാപ്പ് വുഡ് ആണ്. ഓക്കെ, കമ്പയർഡ് വിത്ത് ഹാർട്ട് വുഡ്, sapwood is lighter in color and more liable to decay. ഓക്കെ, അതായത് കമ്പയർഡ് ടു ഹാർട്ട് വുഡ് എന്താണ്, ഇത് കുറച്ചും കൂടി ലൈറ്റ് ആണ്, നാശമായി പോകാൻ കേടൊന്ന് പോകാൻ സാധ്യത കൂടുതലുമാണ്, പെട്ടെന്ന് നാശമായി പോകാനുള്ള ചാൻസും ഉള്ളൊരു പോർഷനാണ് സാപ്പ് വുഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അറൗണ്ട് ഹാർട്ട് വുഡ് ആരുണ്ട്, സാപ്പ് വുഡ് ഉണ്ട്. ഓക്കെ, സാപ്പ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. വുഡിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സാപ്പ്. ഓക്കെ, ഈ സാപ്പ് പ്രധാനമായിട്ട് ഈ സാപ്പ് വുഡ് പോർഷനിലാണ് ഉണ്ടാവുക. ഈ സാപ്പ് അല്ലെങ്കിൽ ഈ നീര് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ആ നീര് നമ്മൾ കളഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, അതൊരു പെർസെൻറ്റേജ് വരെ ഒരു അളവ് വരെ നമ്മൾ അതിനെ റിമൂവ് ചെയ്തിട്ടാണ് ഇതിനെ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇങ്ങനെ സാപ്പ് വുഡ് നമുക്കുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് മെഡുലറി റേസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് കണ്ടു റേഡിയലി പുറത്തേക്ക് ഗ്രാജുവേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള മെഡുലറി റേസ് നമ്മൾ കണ്ടു. അതിലെന്താ പറയാനുള്ളത്, ദീസ് ആർ തിൻ ഹൊറിസോണ്ടൽ വെയിൻസ് ആണ് റേഡിയേറ്റിംഗ് ഫ്രം ദ പിത്ത് ടുവേർഡ്സ് ബാർക്ക്. ഉള്ളിലെ പിത്തിൽ നിന്ന് ടുവേർഡ്സ് ബാർക്ക് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന എന്താണ് വെയിൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മെഡുലറി റേസ് എന്ന് വിളിക്കുക. ദേ ക്യാരി സാപ്പ് ഫ്രം ഔട്ട്സൈഡ് ടു ദ ഇന്നർ part of the tree and nourish it. Okay, nourish it. എപ്പോഴാ നറിഷ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതെന്ത് ചെയ്യുന്നുണ്ട്, സാപ്പിനെ എന്താ അല്ലെങ്കിൽ ഫുഡിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളാണ് മെഡുലറി റേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ കീപ് ദ ആനൽ റിങ്സ് ടൈറ്റ്ലി
ഗ്രിപ്പ് ടുഗദർ. അതുപോലെ ആനുവൽ റിങ്സിനെ ടൈറ്റ്ലി ഗ്രിപ്പ് ചെയ്യുന്നു. അഥവാ ഒരു റീഇൻഫോഴ്സ്മെന്റ് പോലെ ഈ റിങ്ങുകൾ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണല്ലേ, ഈ റിങ്ങുകളൊക്കെ പിടിച്ചു നിർത്തണം അവിടെ. ആ പിടിച്ചു നിർത്താനുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് പോലെയും ആരും ആക്ട് ചെയ്യുന്നുണ്ട്, മെഡുലറി റേസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ സം ട്രീസ് ദേ ആർ ഫോൺ ബ്രോക്കൺ ഓർ മേ നോട്ട് ഈവൻ ബി ക്ലിയർലി വിസിബിൾ. ചിലത് ബ്രോക്ക് അലോങ് എന്താണ് ഈ മെഡുലറി റേസ് ക്രാക്സ് ഒക്കെ ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് വുഡിന്റെ കേസിൽ. ഓക്കെ, അതുപോലെ ചിലതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടത് വിസിബിൾ ആയിക്കൊള്ളണം എന്നുമില്ല. ഓക്കെ, അങ്ങനെയുള്ള റേഡിയയിൽ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റേസിനാണ് നമ്മളത് പറയാം മെഡുലറി റേസ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അടുത്ത ലെയർ കാമ്പിയം ലെയർ ആണ്. കാമ്പിയം ലെയർ ഓഫ് വുഡിൽ അടുത്തത് കാമ്പിയം ലെയർ ആണ്. കാമ്പിയം ലെയർ എന്താണ് ഔട്ടർമോസ്റ്റ് വൺ റിംഗ് between the bark and the sapwood which not yet converted into wood is known as the cambium layer. Cambium layer എന്ന് പറഞ്ഞാൽ സാപ്വുഡ് വുഡ് പോലെ ആയി കഴിഞ്ഞിട്ടുണ്ടാവും, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുണ്ടാവും. കമ്പയർഡ് ടു ഹാർട്ട് വുഡ് അത്ര സ്ട്രോങ് അല്ലെങ്കിലും അത്ര ഡാർക്ക് അല്ലെങ്കിലും എന്താണ് ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുണ്ടാവും. പക്ഷേ കാമ്പിയം ലെയർ എന്ന് പറഞ്ഞാൽ ഒരു വുഡായി കൺവേർട്ട് ചെയ്യപ്പെടേണ്ട ഒരു ലെയർ ആണത്. കാമ്പിയം ലെയർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബാർക്കിന്റെ ഉള്ളിലായിട്ട് കാണും. നമ്മൾ തൊലി പൊളിച്ചു കഴിഞ്ഞാൽ നീരൊക്കെ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ ആ വുഡിന്റെ, ആ ഭാഗമാണ് കാമ്പിയം ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഡ്യൂ കോഴ്സ് കാമ്പിയം ലെയർ ചേഞ്ചസ് ടു സാപ്വുഡ്. അതായത് വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ കാമ്പിയം ലെയർ ആണ് സാപ്വുഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. സാപ്വുഡ് ആണ് പിന്നെ ഹാർട്ട് വുഡ് ആയിട്ട് കൺവേർട്ട് ആവുക. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് കിടക്കുന്നത്. ഇഫ് കാമ്പിയം ലെയർ ഈസ് exposed by removing the bark, the cells cease to active and റിസൾട്ട്സ് ഇൻ ഡെത്ത് ഓഫ് ട്രീ. അതായത് ഇത് പെട്ടെന്ന് അറ്റാക്ക് ഒക്കെ സംഭവിക്കാവുന്ന ഒരു ഭാഗമാണ് ഈ കാമ്പിയം ലെയർ എന്ന് പറഞ്ഞാൽ. ബാർക്ക് റിമൂവ് ആയി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് എക്സ്പോസ്ഡ് ആവും. എക്സ്പോസ് ആയി ചിലപ്പോൾ പെട്ടെന്ന് ജന്തുക്കളോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളൊക്കെ അതിന് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് വുഡിന്. അങ്ങനെ വുഡ് തന്നെ ഡെത്തായി പോകുന്ന സിറ്റുവേഷൻസ്, പല പ്രശ്നങ്ങളും കൊണ്ടും ഡെത്തായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എങ്ങനെ കാമ്പിയം ലെയർ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബാർക്ക്. ബാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരത്തിന്റെ തോല്, അതാണ് ബാർക്ക് എന്ന് പറഞ്ഞാൽ. ബാർക്ക് ഞാൻ പറഞ്ഞു തോലിന്റെ ഉൾവശവും പുറംവശവും ഉണ്ടാവും. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വശമായിരിക്കും, ഔട്ടർ പോർഷൻ എന്ന് പറഞ്ഞാൽ റഫ് ആയിട്ടുള്ള വശമായിരിക്കും. എന്താണ് ബാർക്കിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വുഡിനെ പുറത്തുനിന്നുള്ള അറ്റാക്സ് എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ബാർക്കിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാർക്കാണ് നമ്മൾ പറയുന്നത് തോല്, വുഡിന്റെ മരത്തിന്റെ തോല്. ഓക്കെ, അപ്പോൾ ഇന്നർ ബാർക്ക് എന്ന് പറയുന്നതാണ് ഇന്നർ സ്കിൻ. ഫസ്റ്റ് നമ്മൾ ഇന്നർ ബാർക്കാണ് പറയുന്നത്. ഇന്നർ സ്കിൻ ഓർ ലെയർ കവറിങ് ദ കാമ്പിയം ലെയർ. കാമ്പിയം ലെയറിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഇന്നർ പോർഷനാണ് നമ്മൾ എന്താ പറയുക ഇന്നർ ബാർക്ക് എന്ന് പറയാം. ഇനി ഔട്ടർ ബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് സെൽസ് ആൻഡ് വുഡി ഫൈബർ ഓൺ എ ട്രീ. ട്രീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ട്രീൻ്റെ ഉൾവശത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന പുറത്തുള്ള സ്ട്രോങ് ആയിട്ടുള്ള പോർഷനാണ് എന്ത് വിളിക്കാം നമ്മൾ ഔട്ടർ ബാർക്ക് എന്ന് വിളിക്കാം. ഇൻ കോഴ്സ് ഓഫ് ടൈം ഓൾഡർ ലെയർ സ്പ്ലിറ്റ് ആൻഡ് സ്കെയിൽ ഫോം. ഓക്കെ, അതായത് സ്കെയിൽ ഓഫ് അതായത് പഴയ ഭാഗം പൊളിഞ്ഞു പോയി. പല മരങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും അല്ലെ, ഈ ബാർക്കിന്റെ ഔട്ടർ ബാർക്കിന്റെ ഭാഗം എന്ത് ചെയ്യും, അത് കുറെ കാലം കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോയിട്ട് ഉള്ളിലത്തെ വശം വീണ്ടും സ്ട്രോങ് ആയിട്ട് പൊളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ പൊളിച്ചെടുത്താലും പിന്നീട് അവിടെ പുതിയ ബാർക്ക് ഫോം ചെയ്ത് വരാറുണ്ട്. അത് നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പുറത്താ തൊഴിലാണ് എന്ത് പറയാം നമ്മൾ ബാർക്ക് എന്ന് പറയാം. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എന്ത് ഒരു വുഡിന്റെ സെക്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എഞ്ചിനീയറിംഗ് വർക്കിന് ഉപയോഗിക്കുന്ന മരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, ഇനി നമ്മൾ നേരെ ടിമ്പറിലേക്കാണ് പോകുന്നത്. ടിമ്പറാണ് നമുക്ക് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രോപ്പർട്ടീസ് ഓഫ് ടിമ്പർ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്തൊക്കെയായിരിക്കണം ടിമ്പർ? നമ്മൾ പറഞ്ഞു ടിമ്പറിന്റെ പ്രത്യേകത എന്താ? ടിമ്പർ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് വർക്കിന് ഉപയോഗിക്കുന്ന വുഡ്, അതിനാണ് എന്ത് വിളിക്കുക നമ്മൾ ടിമ്പർ എന്ന് വിളിക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കണം ഈ ടിമ്പറിന്റെ ഒരു ഗുഡ് ക്വാളിറ്റി ടിമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? 1 by 1 ആയിട്ട് നമുക്ക് പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ പറയണം? ഇറ്റ് ഈസ് എങ്ങനെയുള്ളതായിരിക്കണം? ഇറ്റ് ഈസ് ഫ്രീ ഫ്രം സീരിയസ് ഡിഫക്ട്സ് ലൈക്ക് നോട്ട്, ഷെയ്ക്സ്, ക്രാക്സ്. അപ്പോൾ ഈ നോട്ട്, ഷെയ്ക്ക്, ക്രാക്ക് എന്നൊക്കെ പറഞ്ഞാൽ വുഡിന് വരാവുന്ന ഡിഫക്ട്സ് ആണ്. ഓക്കെ, അതിലേക്ക് നമ്മൾ കൂടുതൽ ആ ഡിഫക്ട്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല. ആസ് പെർ നമ്മുടെ സിലബസ് നമ്മൾ ടിമ്പറിലേക്ക് നമ്മൾ നേരെ വരികയാണ്. അപ്പോൾ അങ്ങനെ കുറേ തരത്തിലുള്ള ഡീക്കേസ് ഉണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ മരത്തിന്റെ ചില്ല വെട്ടുന്നത് കൊണ്ട് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെർമൈറ്റ്സിന്റെ പോലെ ജന്തുക്കളുടെയൊക്കെ അറ്റാക്ക് കൊണ്ട്, പിന്നെ ക്രാക്കുകൾ, എൻവയോൺമെന്റിന്റെ എഫക്റ്റ് കൊണ്ട് ക്രാക്സ് ഫോം ചെയ്യുന്നത്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, പിന്നെ സെൽസ് ഡിറ്റാച്ച് ആയിട്ട് അത് അങ്ങനത്തെ ഡിഫക്ട്സ് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ പല ഡിഫക്ട്സും വുഡുകൾക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു ഗുഡ് ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഫ്രീ ഫ്രം ദിസ് ടൈപ്പ് ഓഫ് ഡിഫോർമേഷൻസ് അല്ലെങ്കിൽ ഡിഫക്ട്സ് ആയിരിക്കണം. ഓക്കെ, പിന്നെ മറ്റൊന്ന്
മറ്റൊന്നെന്താ, ഇറ്റ് ഹാസ് യൂണിഫോം കളർ. ഒരു നല്ല ടിമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മരം മുറിച്ച് നോക്കിയാൽ പല കളറുകൾ കാണാൻ പറ്റും അല്ലേ. മരത്തിന്റെ വെള്ള പെടുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നോർമലി നാട്ടിൽ കേട്ടിട്ടുണ്ടോ? വെള്ള എന്ന് പറഞ്ഞാൽ വുഡിന്റെ അത്ര എന്താണ് നമ്മളൊരു സാപ്വുഡ് പോർഷനൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. അതായത് ഹാർട്ട് വുഡിന്റെ പുറമേ വരുന്ന പോർഷനും ചിലപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യും. പക്ഷെ അതത്ര യൂസ് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. കാരണം അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഡീക്കേ പോകും. അതുപോലെ ഇതുപോലെ ടെർമൈറ്റ് അറ്റാക്ക് ഒക്കെ പെട്ടെന്ന് സംഭവിക്കും അങ്ങനെയുള്ളതിന്. ഓക്കെ, അപ്പോൾ ഹാർട്ട് വുഡ് പോർഷൻ നമ്മൾ ഫുള്ളായിട്ട് ഉപയോഗിച്ച് വെച്ചാൽ നമുക്ക് പഴയ കാലത്തെ മരങ്ങളൊക്കെ കാണാൻ പറ്റും. പഴയ വീടുകളൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയോ വർഷമായി, അതിന് ചിലപ്പോൾ നമ്മൾ മെയിൻ്റെനൻസ് ഒക്കെ വളരെ കുറവായിരിക്കും, എന്നാൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഈ പറഞ്ഞ ടെർമൈറ്റ്സ് അറ്റാക്ക് ഒന്നും ലെവലൈസേഷൻ ഏശാതെ നിൽക്കുന്ന മരങ്ങളുണ്ടാവും. അതിന് പ്രധാന കാരണം ഈ ഹാർട്ട് വുഡ് പോർഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ അഥവാ ആ ടിമ്പർ അങ്ങനെയായിരിക്കും അവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂണിഫോം കളർ ആയിരിക്കാം. ഒരു ടൈപ്പ് ഓഫ് വുഡ് ആണെങ്കിൽ അതിന് ഒരു യൂണിഫോം കളർ ആണെങ്കിൽ അതൊരു ഗുഡ് ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഗുഡ് ആയിട്ടുള്ള ടിമ്പർ ആണെന്ന് നമുക്ക് പറയാം. പിന്നെ ടെക്സ്ചർ എങ്ങനെ ആയിരിക്കും? ഫൈൻ ആൻഡ് ഈവൻ ആയിരിക്കണം. ഓക്കെ, ടെക്സ്ചർ നമ്മളത് സർഫസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഫൈൻ ടെക്സ്ചറുള്ള തരത്തിലായിരിക്കണം എന്ത് വരിക? ഗുഡ് ക്വാളിറ്റി ടിമ്പറിന് നമുക്ക് പറയാൻ പറ്റുക. അല്ലെങ്കിൽ അതിൽ കണ്ടുലേഷൻസോ അല്ലെങ്കിൽ പലതും പല പോലെ നിൽക്കുന്ന രീതിക്കോ ആ രീതിക്ക് നമുക്ക് കാണാൻ സാധിക്കരുത്. എന്ത് വേണം? ഫൈൻ ടെക്സ്ചർ ആയിരിക്കണം ഉണ്ടാക്കുക. അതുപോലെ ക്ലോസ് ഗ്രെയിൻസ് ആയിരിക്കണം. ഓക്കെ, ഇതിൻ്റെ ഗ്രെയിൻസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ എന്താ പറയുക, ഇതിലെ ഫൈബേഴ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള തരത്തിലാണ് ഇത് നിൽക്കുന്നത് വെച്ചാൽ അത് ഒരു നല്ല ക്വാളിറ്റി ടിമ്പറാണ്. ഈ എല്ലാ ഭാഗങ്ങളും ഉള്ളിലത്തെ ഗ്രെയിൻസ് എല്ലാം പല സെപ്പറേറ്റ് ആയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്താവും? ലോഡ് എടുക്കാനുള്ള കഴിവൊക്കെ അതിന് പൊതുവെ കുറവായിരിക്കും. അത് ഫിനിഷ് ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പമായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ളത് അത്ര ഗുഡ് ക്വാളിറ്റി ആയിരിക്കില്ല. ഓക്കെ, പിന്നെ എന്തായിരിക്കും? ഫ്രഷ്ലി കട്ട് വുഡിന് എന്തായിരിക്കും? ഒരു പ്ലസന്റ് ഓർഡർ, നല്ലൊരു മണമായിരിക്കും. അതൊരു വുഡിനെ കമ്പയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഒരു പ്ലസന്റ് ഓർഡർ ആയിരിക്കും ഫ്രഷ്ലി കട്ട് ടിമ്പറിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, പിന്നെ ഡെൻസിറ്റി നല്ല കൂടുതലായിരിക്കണം. നല്ല ക്വാളിറ്റി ടിമ്പർ എന്ന് പറഞ്ഞാൽ നല്ല ഡെൻസ് ആയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അതുപോലെ ഹാർഡ് ആയിരിക്കണം അല്ലേ. ഹാർഡ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്തും അതിന് പെട്ടെന്ന് ഇത് ഉള്ളിലേക്ക് താന്നു പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവുകയോ അങ്ങനെയൊന്നും സംഭവിക്കുന്നതായിരിക്കരുത് എന്ത് നല്ല ക്വാളിറ്റി ടിമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നല്ല സ്ട്രെങ്ത് ഉണ്ടാവണം. കണ്ടിന്യൂസ് ലോഡ് നമുക്ക് അപ്ലൈ ചെയ്താലും അത് താങ്ങി നിൽക്കാനുള്ള കഴിവ് ആർക്ക് ഉണ്ടാവണം? നല്ല ടിമ്പർ ഉണ്ടാവണം. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഹൈ ആയിരിക്കണം. ഓക്കെ, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഹൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കണം. ഓക്കെ, പിന്നെ ഫയർ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കണം. വുഡ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒന്നല്ല, പക്ഷേ നല്ല ക്വാളിറ്റി നമ്മൾ ഹാർഡ് വുഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി അത് ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. കമ്പയർ ടു നമ്മൾ നോർമൽ പീസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ മരവും നമ്മൾ തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കും, അടുപ്പിൽ കത്തിക്കാൻ വേണ്ടി. പണ്ടൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ടാവില്ലായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ എന്താണ് ഇലക്ട്രിക് സ്റ്റൗസും അതേപോലെ ഗ്യാസ് സ്റ്റൗസൊക്കെയാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുക അല്ലേ. എങ്കിലും ചില വീടുകളിലൊക്കെ എപ്പോഴും മരം ഒക്കെ ഉപയോഗിച്ച് തീ കത്തിക്കാറുണ്ട്, നമ്മൾ അടുപ്പ് കത്തിക്കാറുണ്ടാവും അല്ലേ. അങ്ങനത്തെ അടുപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ എല്ലാ മരമൊന്നും ഉപയോഗിക്കാറില്ല അല്ലേ. നമ്മൾ സോഫ്റ്റ് ഫുഡ്സ് ഒക്കെയാണ് പൊതുവെ ഉപയോഗിക്കുക, അതാണ് പെട്ടെന്ന് കത്തുക. ഹാർഡ് വുഡൊക്കെ എന്താണ് വലിയ തടി, മാവ് അതേപോലെ പ്ലാവ് പോലുള്ള തടികളൊക്കെ ആണെങ്കിൽ കത്തിയാൽ കുറേ സമയം കത്തി നിൽക്കും അല്ലേ, പക്ഷെ പെട്ടെന്ന് തീ പിടിക്കൊന്നുമില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ കുറേ നേരം നമ്മൾ തീ വെച്ച് കഴിയുമ്പോഴാണ് അതിൽ തീ കത്തി പിടിച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് കത്തി നിൽക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫയർ റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി എന്ത് കാണിക്കണം? നല്ല ക്വാളിറ്റി ടിമ്പേഴ്സ് കാണിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ടിമ്പർ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഒരു ഗുഡ് ക്വാളിറ്റി ടിമ്പറിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ടിമ്പറും എല്ലാ ക്വാളിറ്റിയും സാറ്റിസ്ഫൈ ചെയ്തോളുന്നില്ല, പക്ഷേ മോസ്റ്റ് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ ടിമ്പറിനെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പ്രധാന പോർഷനിലേക്ക് കിടക്കുകയാണ്. എന്താണ് ഇൻഡസ്ട്രിയൽ ടിമ്പേഴ്സ്? എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ടിമ്പേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്? അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മളൊരു ഫോമിൽ നിന്ന് മറ്റു ഫോമിലേക്ക് ആക്കി എടുത്തിട്ടോ നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള നമ്മുടെ സിലബസിൽ പറയുന്ന ചില മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ 1 by 1 ആയിട്ട് ഓരോ നമുക്ക് പറയാം. എന്താണ് അതിൻ്റെ പ്രത്യേകത, എങ്ങനെ ഇത് മാനുഫാക്ചർ ചെയ്യുന്നു, എങ്ങനെ അത് യൂസ് ചെയ്യുന്നു, എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നോക്കാം എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇൻഡസ്ട്രിയൽ ടിമ്പേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇൻഡസ്ട്രിയൽ ടിമ്പേഴ്സ് അതിൽ പറയുന്നത് സയന്റിഫിക്കലി പ്രിപ്പയർഡ് ടിമ്പർ ഇൻ എ ഫാക്ടറി. ഓക്കെ, ഇത് ഫാക്ടറി മെയ്ഡ് പ്രൊഡക്ട്സ് ആയിരിക്കും. ഓക്കെ, മിക്കവാറും ചിലതൊക്കെ വുഡ് പ്രൊഡക്റ്റ് തന്നെയാണ്, എന്നാൽ എന്താണ് ഫാക്ടറി മെയ്ഡ് ആണ്. അതായത് നമ്മൾ നോർമലി നമ്മളിപ്പോൾ വുഡ് പ്രോഡക്റ്റ് ഡയറക്റ്റ് സോമില്ലിൽ കൊണ്ടുപോയി കട്ട് ചെയ്തെടുത്ത് നമ്മൾ ചെയ്യുന്ന പോലെയല്ല, ഇത് ഫാക്ടറി മെയ്ഡ് പ്രൊഡക്ട്സ് ആയിരിക്കും. അതാണ് ഒരു പോയിന്റ് പറഞ്ഞത്. ഓക്കെ, ദേ പോസസ് ഡിസയർ ഷേപ്പ് അപ്പിയറൻസ് സ്ട്രെങ്ത്. ഓക്കെ, ഡിസയർ ആയിട്ടുള്ള ഷേപ്പ് അപ്പിയറൻസ് സ്ട്രെങ്ത് എല്ലാം അത് പോസസ് ചെയ്യുന്നുണ്ടാവും. അഥവാ ഈ സ്ട്രെങ്ത് അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന സ്ട്രെങ്ത്
അപ്പിയറൻസ് എല്ലാം ഉള്ള രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിനെ റിഫ്രാക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മളതിനെ ഉപയോഗിക്കുന്ന രീതിക്ക് എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി പ്രധാനമായിട്ട് പറയുന്ന നമുക്ക് ഏതൊക്കെയാണ് വുഡ് പ്രൊഡക്ട്സ് പേരുകൾ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ അതിനെയാണോ പറയാൻ പോകുന്നത് എന്ന് ചിന്തിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, നമ്മൾ ആലോചിച്ച് വെച്ചിരുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ആലോചിക്കുക. അതുപോലെ എക്സ്ട്രാ പോയിന്റുകൾ നിങ്ങൾക്ക് അറിയുമെന്ന് ആലോചിക്കുക. ഒരു പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകൾ മാത്രമാണോ പറയേണ്ടി വരിക? അല്ല, നമുക്ക് അറിയാവുന്ന അതിനെക്കുറിച്ച് അറിയാവുന്ന പോയിന്റുകൾ നമുക്ക് പരീക്ഷയ്ക്ക് എത്താൻ സാധിക്കും. അതിന് മാർക്ക് പോകുമോ? നമുക്ക് ഒരിക്കലും പോകില്ല. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് അവെയറാണ്, ഇതിനെക്കുറിച്ച് ഇന്ന പോയിന്റുകൾ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പായിട്ട് നമുക്ക് എക്സാമിന് എഴുതാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇത്. നമ്മൾ ജനറലി ചില ആളുകൾ പ്രാക്ടിക്കലി ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. നിങ്ങൾ ചിലപ്പോൾ വർക്കുകൾ ചെയ്തിട്ടുണ്ടാവും, ചെയ്യിച്ചിട്ടുണ്ടാവും, അങ്ങനത്തെ ആളുകളുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ഇടയിൽ അല്ലേ. അവർക്ക് കൂടുതൽ ഡീറ്റെയിൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുണ്ടാവും. അവർ അങ്ങനത്തെ പോയിന്റുകൾ ആലോചിക്കാം. ഓക്കെ, 1 by 1 ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പറയാൻ പറ്റുക നോക്കാം. ഒന്നാണ് വിനീർ. വിനീർ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു പ്രധാന ഇൻഡസ്ട്രിയൽ വുഡ് പ്രൊഡക്റ്റ് ആണെന്ത് വിനീർ എന്ന് പറഞ്ഞാൽ. എന്താ വിനീർ എന്ന് ഓർക്കുന്നുണ്ടാവും, എങ്ങനെയാണ് അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടാവും. ഒന്ന് ഓർക്കുക, അറിയാത്തവർക്ക് വേണ്ടി നമ്മളിപ്പോൾ വഴി പറയും. മറ്റേതാണ് ഒന്ന് വിനീർ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ പ്ലൈവുഡ്. പ്ലൈവുഡ് നമ്മൾ കോമൺലി ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഒരു എന്താണ് കൊമേഴ്ഷ്യൽ വുഡ് പ്രൊഡക്റ്റ് ആണെന്ത് പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. നമുക്ക് ഇന്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ ഫർണിച്ചേഴ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കൺസ്ട്രക്ഷൻ വർക്കിന് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്ലൈവുഡ്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഫൈബർ ബോർഡ്സ്. ഫൈബർ ബോർഡ്സ് നമുക്കൊരു പക്ഷേ പരിചയം ഉണ്ടാവും നമ്മൾ പറയുന്ന സമയത്ത്. പ്രധാനമായിട്ടും വുഡ് ഫൈബേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഫൈബർ ബോർഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്ക് പല ബ്രാൻഡ് നെയിമുകളിലും ഇതുപോലുള്ള ഫൈബർ ബോർഡ്സ് പല ക്വാളിറ്റിയിലും നമുക്ക് എന്തുണ്ട്, നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് പാർട്ടിക്കിൾ ബോർഡ്സ്, ചിപ്പ് ബോർഡ്സ് എന്ന് പറയണമെന്നാണ് പാർട്ടിക്കിൾ ബോർഡ്സ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കണം. അതുപോലെ മൾട്ടിവുഡ്. ഓക്കെ, മൾട്ടിവുഡ്, ഇങ്ങനെയുള്ള കുറേ പ്രൊഡക്ട്സിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും. ഓക്കെ, അത് 1 by 1 ആയിട്ട് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ വിനീഴ്സ് ആണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. വിനീറുകളെ കുറിച്ചാണ്. എന്താണ് വിനീർ നിങ്ങൾ പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആവശ്യത്തിന് വിനീർ മേടിക്കേണ്ടി വന്നിട്ടുണ്ടോ, അപ്പോൾ എങ്ങനെയാണ് അത് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിനീർ എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ ഷീറ്റ് ഓഫ് വുഡാണ്, ചെറിയ ഷീറ്റാണ്. എന്താ പറയുക, തിൻ ലെയർ ഓഫ് വുഡാണ് വിനീർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, തിൻ ലെയർ ഓഫ് വുഡ് പീൽഡ് ഫ്രം ടിമ്പർ ലോഗ്സ്. ഒരു മരത്തിന്റെ തടിയിൽ നിന്നും പീൽ ചെയ്തെടുക്കുക എന്നാൽ ചെത്തിയെടുക്കുക അല്ലേ. നമ്മൾ എന്താ പറയുക, സ്ലൈസ് ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ അതിനാണ് നമ്മൾ പീലിംഗ് എന്ന് പറയുക. ഇങ്ങനെ ചെത്തിയെടുക്കുന്ന അതിന് അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ റോളറിൽ വെച്ചിട്ട് നമ്മൾ റോളർ പീലേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ചെത്തിയെടുക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന ലെയർ, ചെറിയ ലെയർ ഓഫ് വുഡിനെയാണ് എന്ത് പറയുക, നമ്മൾ വിനീർ എന്ന് പറയാം. ഓക്കെ, തിൻ ഷീറ്റ്സ് ആയിരിക്കും ഇത്. എങ്ങനെ പറയുന്നത്, തിൻ ഷീറ്റ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി ഡെക്കറേറ്റീവ് ഫിനിഷ്. ഓക്കെ, സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള തിൻ ഷീറ്റ് ആയിരിക്കും. ഡെക്കറേറ്റീവ് ഫിനിഷസിന് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ലോവർ ഗ്രേഡ് ഈസ് യൂസ് ടു മേക്ക് പ്ലൈവുഡ്, ബാറ്റൺ ബോർഡ്സ് ആൻഡ് ലാമിനേറ്റഡ് ബോർഡ്സ്. ഓക്കെ, അതായത് നല്ല ഡെക്കറേറ്റീവ്, നല്ല ക്വാളിറ്റിയുള്ള നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഡെക്കറേറ്റീവ് ഫിനിഷസ് ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. അതായത് പ്ലൈവുഡ് ഒക്കെ ചെയ്താലും അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ വിനീർ ഷീറ്റുകൾ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വുഡൻ ടെക്സ്ചറും ഭംഗിയൊക്കെ നമുക്ക് കിട്ടുക. പിന്നെ എന്താ പറയുക, ക്ലീൻനെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് സർഫസ് ഒക്കെ നമുക്ക് കിട്ടുക പലപ്പോഴും എന്താണ്, ഇതുപോലുള്ള വിനീർ ഷീറ്റുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡെക്കറേറ്റീവ് പർപ്പസിന് ഉപയോഗിക്കും. ഇനി ലോവർ ഗ്രേഡ് ആയിട്ടുള്ള സുപ്പീരിയർ ക്വാളിറ്റിയാണ് നമ്മൾ ഡെക്കറേറ്റീവ് പർപ്പസിന് ഉപയോഗിക്കുമെങ്കിൽ, ലോവർ ഗ്രേഡ് നമ്മൾ എന്തിനു ഉപയോഗിക്കും, അത് നമ്മൾ പ്ലൈവുഡ് മേക്ക് ചെയ്യാൻ, ബാറ്റൺ ബോർഡ്സിന്, ലാമിനേറ്റഡ് ബോർഡ്സ് ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, വിനീറാണ്. അപ്പോൾ ഈ പറഞ്ഞ ബോർഡുകളുടെ എല്ലാം നമ്മൾ ഇനി പറയാൻ പോകുന്ന പലതിൻ്റെയും ബേസ് ഏതാണ്, വിനീറാണ്. അതും മനസ്സിലാക്കാം. ഓക്കെ, ഇനി വിനീറിന്റെ തിക്നെസ് ആണ്, ചെറിയ തിക്നെസ് ആണ് ഉണ്ടാവുക. 0.4 to 6 mm തിക്നെസ്സിലാണ് നമുക്ക് പൊതുവെ എന്ത് ചെയ്യുക, വിനീഴ്സ് നമുക്ക് അവൈലബിൾ ആവുക. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യണം, മാനുഫാക്ചർഡ് ബൈ റൊട്ടേറ്റിംഗ് എ ലോഗ് ഓഫ് വുഡ് അഗെയിൻസ്റ്റ് ദ വെരി ഷാർപ്പ് നൈഫ് ഓഫ് റോട്ടറി കട്ടർ ഓർ സോ. റോട്ടറി കട്ടർ എന്ന് പറയാം, നമ്മളിപ്പോൾ ഒരു വുഡൻ പ്ലാങ്ക് നമ്മൾ എന്താണ്, ഒരു വുഡൻ പ്ലാങ്ക് ഉണ്ട്, ഇത് നമ്മൾ എന്തുണ്ടാവും, ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും പല പോലെ. ഇതിന് എന്തുണ്ടാവും, ഷാർപ്പായിട്ടുള്ള ഇത് നൈഫാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഷാർപ്പ് നൈഫ് ഉണ്ടാവും.
ഷാർപ്പ് എഡ്ജ് ഉണ്ടാവും അതിന്. നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് സംഭവിക്കും, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഷാർപ്പ് എഡ്ജ്, ഈ എഡ്ജിൻ്റെ പോർഷൻ ഉണ്ടാവും, ഈ പോർഷനിൽ വുഡ് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാം പല ലെങ്ത്തിൽ കേട്ടോ. നമുക്ക് ലോഗിൻ്റെ ലെങ്ത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് കട്ടേഴ്സൊക്കെ പല തരത്തിലുണ്ടാവും. അത് യൂഷ്വലി നമ്മൾ പറയാം എന്താണ്, റോട്ടറി കട്ടേഴ്സ് അല്ലെങ്കിൽ സോ അല്ലേ, ആ സോസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് ഈ ഒരു വിനീറിൻ്റെ മാനുഫാക്ചറിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞ വിനീസ് ആർ ഡ്രൈഡ് ഇൻ കിൻ ടു റിമൂവ് മോയ്സ്ചർ. എന്തിനാണ് കിൻ? കിൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു ക്ലോസ്ഡ് ചേമ്പറിനാണ് നമ്മൾ കിൻ എന്ന് പറയാം. ഓക്കെ, പല മെറ്റീരിയൽസിൻ്റെ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ കിൻ എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കിൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ചേമ്പർ, അതിൽ ഉപയോഗിച്ചിട്ട് അതിൽ ഹീറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സാപ്പ് അല്ലെ, വുഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാവും വുഡിലെ സാപ്പ് ഉണ്ടാവും, ആ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും അല്ലേ. ഇത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുക, നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസുകൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി റീസൈക്കിൾഡ് ആസ് ഇറ്റ് ഈസ് എ നാച്ചുറൽ മെറ്റീരിയൽ. ഓക്കെ, അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റും, അതായത് റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യില്ല, ഇത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വിനീറുണ്ട്. കാരണം എന്താ, ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, വുഡിൽ നിന്ന് തന്നെ നമ്മൾ പീൽ ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഇത് റീസൈക്കിൾ ചെയ്യാനും മറ്റേ പിന്നെ പ്ലൈവുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇത് നമ്മൾ മണ്ണിലിട്ടാൽ തന്നെ അത് ഡീക്കേ ആയി പോയിക്കോളും അല്ലേ. അതുകൊണ്ട് നമുക്ക് എൻവയോൺമെന്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്ന കാര്യം കൂടി അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഓർക്കാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിനീറിൻ്റെ നമ്മൾ പറയുന്നത്, ഇറ്റ് ഹാസ് ബെറ്റർ സൗണ്ട് ഇൻസുലേഷൻ ആൻഡ് കളർ പെർമനൻസ്. ഓക്കെ, അതായത് സൗണ്ട് ഇൻസുലേഷൻ, നമ്മൾ സൗണ്ട് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള സർഫസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഈ നമ്മുടെ എന്താ പറയുക വിനീഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ക്യാപ്സ് ഒക്കെ ഫില്ല് ചെയ്ത് വിനീഴ്സ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ കളർ പെർമനൻസ്, കളർ ഫെയ്ഡ് ആവുന്ന ഒരു അവസ്ഥ കമ്പാരിറ്റീവ്ലി ഇതിന് കുറവാണ് ഉണ്ടാവുക. ഓക്കെ, അടുത്തെന്താ പറയുക, ഇറ്റ് ഇൻക്രീസസ് സ്ട്രെങ്ത് ഓഫ് വുഡ് പ്രൊഡക്ട്സ് ആൻഡ് മേക്ക് ഇറ്റ് മോർ ഡ്യൂറബിൾ. ഓക്കെ, അതായത് നമ്മൾ മറ്റ് വുഡ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനീഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ നമ്മൾ പ്ലൈവുഡ് ഉപയോഗിച്ച് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനീർ ബോർഡുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ അതിനൊരു പ്രൊട്ടക്റ്റീവ് കവറായിട്ട് ഇത് ആക്ട് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി ചെല്ലുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പാക്ട്സ് അതിന് പറ്റുന്നതിനോ അതിനൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് കവറായിട്ട് ആര് ആക്ട് ചെയ്യും, ഈ വിനീർ ഷീറ്റുകൾ ആക്ട് ചെയ്യും. അപ്പോൾ അത് പെട്ടെന്ന് ഡീക്ക് ചെയ്ത് പോകാതിരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്, വിനീർ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി ഡ്യൂറബിൾ ആവാൻ ആര് സഹായിക്കുന്നു, ഇത് കവർ ചെയ്യുന്ന വിനീർ സഹായിക്കുന്നു. ഓക്കെ, പിന്നെ ഇത് നോട്ട് വാട്ടർ പ്രൂഫ് എന്നാണ് പറയുന്നത്. ഒരു മിനിമം വാട്ടർ പ്രൂഫ് പ്രോപ്പർട്ടി ഇതിനുണ്ടാവും ഫിനിഷ് സർഫസ് ആയതുകൊണ്ട്, എങ്കിലും അതൊരു വുഡ് പ്രോഡക്റ്റ് തന്നെയാണ്ട് അങ്ങനെ അത് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതൊരു ഇതിൻ്റെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇത് ഇലക്ട്രിക് കണ്ടക്റ്റീവ് ആയിരിക്കും, പക്ഷേ തന്നെ ഇതിൽ സാപ്പ് വുഡൊക്കെ റിമൂവ് ചെയ്യുന്ന കമ്പാരിറ്റീവ്ലി ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. ഓക്കെ, പിന്നെ സ്പെഷ്യൽ കെയർ ഹാസ് ബി ടേക്കൺ വൈൽ ക്ലീനിങ് ദ സർഫസ് ടു പ്രിവെന്റ് ഡാമേജ്. ഓക്കെ, അതായത് നമ്മളൊരു എന്താണ് വിനീർ ഒട്ടിച്ചിട്ടുള്ള സർഫസ് ആകുമ്പോൾ നമ്മൾ വളരെ റഫായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ച് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ആ സർഫസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഡാമേജ് ആയി പോകാതിരിക്കാൻ നമ്മൾ ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടതാണ് നമ്മൾ വിനീർ സർഫസ് ഒക്കെയാണ് ഉപയോഗിച്ചതെങ്കിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പൊതുവെ വിനീർ കമ്പാരിറ്റീവ്ലി കുറവ് ഉപയോഗിക്കാൻ വരെ നമ്മൾ എന്താണ് ഉപയോഗിക്കാം, ഇപ്പോൾ പൊതുവെ നമ്മൾ എന്താ ഉപയോഗിക്കുക, മൈക്ക ഷീറ്റുകൾ ഉപയോഗിക്കുക അല്ലേ, മൈക്ക ഷീറ്റ്സ് നമ്മൾ ഉപയോഗിക്കും അല്ലേ. ഈ വിനീർ പോലെ തന്നെയുള്ള ഇതൊരു എന്താണ് ഒരു സിന്തറ്റിക് പ്രൊഡക്റ്റ് ആണ് മൈക്ക ഷീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ മൈക്കയ്ക്ക് വിനീറിനുണ്ടാവുന്ന പല ഡീമെറിറ്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും ഈ മൈക്ക ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ. കാരണം അത് കമ്പാരിറ്റീവ്ലി വാട്ടർ പ്രൂഫാണ്, പിന്നെന്താണ് കുറച്ചും കൂടി ഡ്യൂറബിൾ ആണ്, ഈ പറഞ്ഞ പോലെ ഡീക്കേ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഈ ഉള്ളിൽ നമ്മൾ പ്ലൈവുഡ്സ് ഒക്കെ ഉള്ളിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും അതിന് കുറച്ചും കൂടി ബെറ്റർ കവറൊക്കെ കവറിങ് ഒക്കെ മൈക്ക കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ നാച്ചുറൽ പ്രൊഡക്ട്സ് തന്നെ ഉപയോഗിക്കണം, കുറച്ചും കൂടി എന്താ പറയുക എസ്തെറ്റിക്കലി കുറച്ചും കൂടി ബെറ്റർ ആവണം, അല്ലെങ്കിൽ കുറച്ചും കൂടി പോഷ് ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും വിനീർ ഷീറ്റുകൾ തന്നെ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ എന്തിനൊക്കെയാണ് അത് യൂസ് ചെയ്യണത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഈ വുഡ് പ്രൊഡക്ട്സിനൊക്കെ കവർ ചെയ്തിട്ട് നമ്മളൊരു ലാമിനേഷൻ പോലെ ലാമിനേറ്റഡ് ഷീറ്റ് പോലെയാണ് നമ്മളിത് പ്രധാനമായിട്ട് ആക്ട് ചെയ്യുക നമ്മൾ പറഞ്ഞു. അപ്പോൾ എവിടേക്ക് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആർട്ട് വർക്ക്, ഇൻറ്റീരിയർ ഡെക്കറേഷൻസ്, സീലിങ്സ്, വാൾസ്, ഫ്ലോർസ്, ഇവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഇവിടെയൊക്കെ കവർ ചെയ്യാൻ ഉപയോഗിക്കും. പിന്നെ പ്രീമിയം ഫിനിഷ് റിക്വയർഡ് ഇൻ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, കോൺഫറൻസ് റൂംസ്, ഇവിടെയൊക്കെ നമുക്ക് ഒരു പ്രീമിയം ഫിനിഷ് നമുക്ക് വേണ്ടുന്ന എന്താണ് എക്സിക്യൂട്ടീവ് ഓഫീസുകളിലോ കോൺഫറൻസ് ഹാളുകളിലോ റൂമുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. യൂസ്ഡ്
യൂസ് ടു മേക്ക് പ്ലൈവുഡ്, ലാമിനേറ്റഡ് ബോർഡ്സ് ആൻഡ് ബാറ്റൺ ബോർഡ്സ്. അതുപോലെ എന്താണ് പ്ലൈവുഡ് മേക്ക് ചെയ്യാനും അതേപോലെ ലാമിനേറ്റഡ് ബോർഡ്, ബാറ്റൺ ബോർഡ്സ് പോലുള്ള അതും ഇതേപോലുള്ള വുഡ് പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഇതൊക്കെ മേക്ക് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വിനീഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വിനീഴ്സിൻ്റെ യൂസ് ആയിട്ട് പ്രധാനമായിട്ട് നമ്മൾ പറയാം. പ്രധാനമായിട്ടും എന്താണ് ഒരു ലാമിനേറ്റഡ് ഷീറ്റ് ആയിട്ട് തന്നെയാണ്, കവറായിട്ട് തന്നെയാണ്, ഒരു എന്താ പറയുക ലക്ഷറി ഫിനിഷ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫിനിഷ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വിനീർ ഷീറ്റുകൾ ഉപയോഗിക്കുക. അപ്പോൾ എന്താ വിനീർ ഷീറ്റുകൾ എന്ന് വെച്ചാൽ എന്താണ്, അത് തിൻ ലെയർ ഓഫ് വുഡ് തന്നെയാണ്. വുഡിൽ നിന്ന് തിൻ ലെയർ ആയിട്ട് തന്നെ പീൽ ചെയ്തെടുക്കുക. എങ്ങനെ ചെയ്തെടുക്കുക, പീൽ ചെയ്തെടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനാണ് എന്ത് പറയുക, വിനീഴ്സ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലേക്ക് കടക്കാം. പ്ലൈവുഡ് ആണത്. പ്ലൈവുഡിലേക്ക് കടക്കാം. പ്ലൈവുഡാണ് നമ്മൾ വൈഡ്ലി യൂസ്ഡ്. നമുക്ക് പല ക്വാളിറ്റിയിൽ പ്ലൈവുഡ് അവൈലബിൾ ആണ്. അത് പല ഇപ്പം നിങ്ങൾ പ്ലൈവുഡിൻ്റെ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കടകളിൽ പോയി ചോദിക്കുകയാണെങ്കിൽ പല ബ്രാൻഡുകളുടെ പല ബ്രാൻഡുകളുടെ പ്ലൈവുഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ഇപ്പോൾ നോർമലി നമുക്ക് അവൈലബിൾ ആയിട്ട് എന്താണ് ഗ്രീൻ പ്ലേ, അതേപോലെ ട്രോജൻ, അങ്ങനെ പറഞ്ഞ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള കുറേ ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ പലതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പലതും പല ക്വാളിറ്റി ആണെങ്കിൽ പിന്നെ ഒരു ബ്രാൻഡിൽ തന്നെ പല ക്വാളിറ്റി ഉള്ളത് നമുക്ക് കാണാറുണ്ട്. അവർ 10 ഇയർ മുതൽ 30 ഇയർ വരെയൊക്കെ വാറണ്ടി ഇപ്പോൾ കൊടുക്കാറുണ്ട്. അത്രയും വർഷം വാറണ്ടി. അതായത് പല കാര്യങ്ങൾക്ക് പല കണ്ടീഷൻ സപ്ലൈ ആയിരിക്കും ഇതിനൊക്കെ അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പല കാര്യങ്ങളും സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്, എന്താ കണ്ടീഷൻ സപ്ലൈ. അപ്പോൾ പല കണ്ടീഷൻസ് അതിലുണ്ടാവും. ഇന്നെ എത്ര എക്സ്പോസ്ഡ് ആവരുത്, അല്ലെങ്കിൽ വെള്ളം കണ്ടിന്യൂസ് അടിക്കരുത്, അങ്ങനത്തെ പല കണ്ടീഷൻസ് പലതിനും ഉണ്ടാവാറുണ്ട്. പിന്നെ ടെർമൈറ്റിൻ്റെ അറ്റാക്ക് എന്നൊക്കെ പലപ്പോഴും ഇത്രയും വർഷമൊക്കെ പലരും വാറണ്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് പല ക്വാളിറ്റി. അപ്പോൾ ഒരേ കമ്പനിയുടെ തന്നെ പല റേറ്റിൽ നമുക്ക് പ്ലൈവുഡ്സ് അവൈലബിൾ ആവും. അത് പല ക്വാളിറ്റിയിലാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ തിക്നെസ്സിൽ മാറ്റം ഉണ്ടാവാം, അതിൻ്റെ ഉപയോഗിക്കുന്ന വിനീറിനുള്ള ക്വാളിറ്റിയിൽ മാറ്റം ഉണ്ടാവാം, അതുപോലെ അതിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സിന് വ്യത്യാസം ഉണ്ടാവാം, പിന്നെ എക്സ്ട്രാ പല ലെയേഴ്സും നമ്മളതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പല ക്വാളിറ്റിയിൽ പല റേറ്റിൽ നമുക്ക് എന്താണ് ഇത് അവൈലബിൾ ആവും. ഓക്കെ, നമുക്ക് നോക്കാം എന്താ പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ. പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, വുഡ് പോലെ തന്നെയുള്ള ബോർഡ്സ് അല്ലെ, വുഡ് ബോർഡ്സ് ആണ് പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ. പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ ബോർഡ്സ് വിച്ച് ആർ പ്രിപ്പയർഡ് ഫ്രം തിൻ ലെയർ ഓഫ് വിനീഴ്സ്. വിനീഴ്സ് എന്നാണ് ഇത് ആക്ച്വലി ഇതുണ്ടാവുക. വിനീറിനെ ജോയിൻ ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്ലൈവുഡ് ഉണ്ടാകുക. പ്ലൈവുഡിൻ്റെ സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, പല ലെയർ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതെന്താണ്, അത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് വിനീറാണ്. വിനീറിനെ നമ്മൾ അടുക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഉണ്ടാക്കുക. ഓക്കെ, എങ്ങനെ മിനിമം എത്ര വിനീഴ്സ് വേണം, മിനിമം 3 വിനീഴ്സ് എങ്കിലും വെച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ എന്താ 3 or more veneers is in odd numbers are placed one above other with the direction of grains of successive layers are right angles to each other. എങ്ങനെയാണ് വെക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു വിനീർ എടുത്തു, അതിൻ്റെ ഫസ്റ്റ് നമ്മളൊരു വിനീർ ഷീറ്റ് എടുക്കുകയാണ്. ഒരു വിനീർ ഷീറ്റ് ഇട്ടു, അതിൻ്റെ വിനീർ എടുത്തു. ഓക്കെ, അതിൻ്റെ ഗ്രെയിൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ ഗ്രെയിൻസ് പോകുന്നത്. അതിൻ്റെ ഫൈബേഴ്സ് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, എന്ത് ചെയ്യാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഓഡ് നമ്പർ 3 or more ആണ്, ഒരു മിനിമം 3 നമ്പർ ഓഫ് വിനീറെങ്കിലും വെക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ എന്താണ് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെക്കുകയാണ്. അടുത്ത ലെയർ നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തു, അടുത്ത മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ എങ്ങനെ ഉണ്ടാവുക, അതിൻ്റെ ഗ്രെയിൻസ് പോണത് ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അങ്ങനെ ഗ്രെയിൻസ് പെർപെൻഡിക്കുലർ ആവുന്ന രീതിക്കാണ് എന്ത് ചെയ്യുക, നമ്മൾ വൺ എബോവ് അനദർ ആയിട്ട് പ്ലേസ് ചെയ്യുക. അതിൻ്റെ എങ്ങനെ ഓഡ് നമ്പറിലാണ് നമ്മൾ വെക്കുക. ഓക്കെ, മിനിമം 3 നമ്പേഴ്സാണ് നമ്മൾ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക. ഓക്കെ, 3 or more വിനീഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. പ്ലേസ്ഡ് വൺ എബോവ് അതർ ആണ് നമ്മൾ ചെയ്യുക. അതുപോലെ എന്താണ് ഗ്രെയിൻസ് എങ്ങനെയായിരിക്കും, അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ, ഈ രീതിക്കാണ് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ, ദേ ആർ ഹെൽഡ് ഇൻ പൊസിഷൻ ബൈ അപ്ലൈയിങ് സ്യൂട്ടബിൾ അഡ്ഹസീവ്. അഡ്ഹസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ജോയിൻ ചെയ്യണം. ഇപ്പോൾ പശ നമുക്ക് ഉപയോഗിക്കാം, പലതരത്തിലുള്ള അഡ്ഹസീവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടെണ്ണത്തിന് നമ്മൾ ജോയിൻ ചെയ്ത് ഉപയോഗിക്കുന്നത് അതിനാണ് നമ്മൾ അഡ്ഹസീവ് എന്ന് പറയുക അല്ലേ. അങ്ങനെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് അഡ്ഹസീവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ വിനീഴ്സിനെ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്ലൈവുഡ് കിട്ടും. The placing of veneer normal to each other increase the longitudinal and transverse strength of plywood.
ഇപ്പം എന്തിനാണ് ഈ ഗ്രെയിൻസ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്നത്? ഇതിന്റെ സ്ട്രെങ്ത് ഇങ്ങനെ ക്രോസിൽ ഗ്രെയിൻസ് വരുന്ന സമയത്ത് എന്തുണ്ടാവും? ഇത് ഒരു സ്ട്രോങ് മെറ്റീരിയൽ ആയിട്ട് മാറും. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡ് ആയിക്കോട്ടെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലായിക്കോട്ടെ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി എന്തുണ്ടാവും? ഇതിന് വളരെ കൂടുതലാവും ഈ പ്ലൈവുഡിന്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ വെക്കുന്നത്. ഓക്കെ, യൂഷ്വലി പ്ലൈവുഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ 3 പ്ലേ 5 പ്ലേ 7 പ്ലേ എക്സെട്ര. അതായത് ഇങ്ങനെയാണ് ഇതിന്റെ ഇൻഡിക്കേഷൻ ഉണ്ടാവുക. അങ്ങനെ കുറേ നമ്പേഴ്സിൽ നമ്മൾ പോകും. അതായത് നമ്പർ ഓഫ് വിനീൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. 3 പ്ലേ എന്ന് പറഞ്ഞാൽ തിക്നെസ് കുറഞ്ഞ പ്ലൈവുഡ് ആയിരിക്കും. അത് മിനിമം 3 വിനീൽസ് എങ്കിലും നമ്മൾ പ്ലേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കണമായിരിക്കും. 3 പ്ലേ എന്ന് പറഞ്ഞാൽ 5 പ്ലേ 7 പ്ലേ ഈ രീതിയിലേക്ക് നമ്പർ ഓഫ് വിനീൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്ലൈവുഡിനെ ഡെസിഗ്നേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ആ പ്ലൈവുഡ് എന്താ മനസ്സിലായി, എങ്ങനെയാണ് പ്ലൈവുഡ് മാനുഫാക്ചർ ചെയ്യാൻ മനസ്സിലായി, പ്രധാനമായിട്ട് എങ്ങനെയൊക്കെയാണ് പ്ലൈവുഡ് ഉണ്ടാവുക എന്നുള്ള മനസ്സിലായി. 3 പ്ലേ 5 പ്ലേ 7 പ്ലേ അങ്ങനെ ഓഡ് നമ്പേഴ്സിലാണ് നമ്മൾ അറിയപ്പെടുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം, പ്രോപ്പർട്ടീസ് നോക്കാം. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പ്ലൈവുഡിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. നമുക്കറിയാം എന്താണ്, ഇത് സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ്, ലെഗ്സ് എക്സ്പാൻഷൻ ആൻഡ് ഷ്രിങ്കേജ് ആണ്. ഓക്കെ, ആസ് പ്ലേസ് ആർ പ്ലേസ്ഡ് റൈറ്റ് ആംഗിൾ, അതായത് പ്ലേസ് ആർ പ്ലേസ്ഡ് റൈറ്റ് ആംഗിൾസ്, അതായത് നമ്മൾ ഉള്ളിലുള്ള വിനീസിനെ നമ്മൾ റൈറ്റ് ആംഗിൾസിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷ്രിങ്കേജിന്റെ ഒരു കാര്യം ഇതിൽ, ഷ്രിങ്കേജ് നമ്മൾ ചുരുങ്ങുക അല്ലെ, ഷ്രിങ്കേജ് നമുക്ക് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? കുറവായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, പിന്നെ മറൈൻ പ്ലേ ടൈം ശ്രദ്ധിക്കുക. മറൈൻ പ്ലൈവുഡ് അതിന്റെ പ്രത്യേകത എന്താ? മറൈൻ പ്ലൈവുഡ്സ് ആർ എന്തായാലും പ്രത്യേകത, മറൈൻ പ്ലൈവുഡ്സ് ആർ ബെറ്റർ ഓപ്ഷൻ ഫോർ ഏരിയാസ് വിത്ത് മോർ മോയ്സ്ചർ കണ്ടന്റ്. ഓക്കെ, അതായത് മറൈൻ പ്ലേസ് എന്നുള്ളത് കുറച്ചും കൂടി നമ്മൾ എന്താണ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുള്ള തരത്തിലുള്ള പ്ലൈവുഡാണ്. കുറച്ചും കൂടി സുപ്പീരിയർ ക്വാളിറ്റി പ്ലൈവുഡ് എന്ന് നമുക്ക് പറയാം. നോർമലി പല കമ്പനികളിലെയും മെയിൻ ബ്രാൻഡുകൾ, അതായത് അവരുടെ സുപ്പീരിയർ ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ മറൈൻ പ്ലേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മറൈൻ പ്ലൈവുഡുകളാണ് നമുക്ക് കുറച്ചും കൂടി മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സ്ഥലങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് മറൈൻ പ്ലേസ് ആണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ബെറ്റർ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി, പെട്ടെന്ന് സ്ക്രൂ ചെയ്യാം, വർക്കബിൾ ആയിരിക്കും കൂടുതൽ, അതായത് സ്ക്രൂ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ കമ്പാരിറ്റീവ് എന്താണ് കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ നാച്ചുറൽ വുഡ് ആണെങ്കിൽ തന്നെ ചിലതിന് അങ്ങനത്തെ കപ്പാസിറ്റി കുറവായിരിക്കും. നല്ല ഹാർഡായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വർക്കബിൾ ആയിരിക്കില്ല, അതിൽ വർക്ക് ചെയ്യുക സ്ക്രൂ ഹോൾഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ സ്ക്രൂ ഹോൾഡിംഗ് പ്രോപ്പർട്ടി ഒക്കെ പ്ലൈവുഡിന് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. ഓക്കെ, അതുപോലെ നോട്ട് സൂട്ടബിൾ ഫോർ ക്രിയേറ്റിംഗ് കാർവിങ്സ്, അതായത് നമ്മൾ ഗ്രൂസോ കാര്യങ്ങളോ, അപ്പോൾ വുഡിൻ്റെ ഒക്കെ നമ്മൾ ഫ്രണ്ട് ഡോറൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ പല കാർവിങ്സും ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ആർട്ടിസ്റ്റുമാർ കാർവിങ്സ് ചെയ്യുന്നത്. അങ്ങനെ കാർവിങ്സ് ഒക്കെ ചെയ്യാൻ ഇത് ഡിഫറെൻറ്റ് ലെയറിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കാർവിങ്സ് ചെയ്യാൻ ഇത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളൊരു കാര്യമുണ്ട്, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് കോസ്റ്റ്ലി കമ്പയർഡ് ടു മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ് ആൻഡ് പാർട്ടിക്കിൾ ബോർഡ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ റേറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതൽ. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി കുറവുള്ള മെറ്റീരിയലാണ് നമ്മളെ MDF എന്ന് പറഞ്ഞാൽ മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡാണ്. ഓക്കെ, ആ എക്സ്പാൻഷൻ കൂടി ശ്രദ്ധിക്കുക. മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡിനാണ് നമ്മൾ MDF എന്ന് പറയാം. MDF പാർട്ടിക്കിൾ ബോർഡൊക്കെ കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞുള്ള മെറ്റീരിയലുകളാണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് റേറ്റ് കൂടുതലാണ്. യൂഷ്വലി നമുക്ക് റേറ്റ് 60 to 150 per square feet എന്നൊക്കെ പറയാൻ പറ്റും. 60 ഒക്കെ വളരെ ചീപ്പായിട്ടുള്ളതായിരിക്കും. ഇപ്പം നമുക്ക് അത്രയും അവൈലബിൾ അല്ല. നമുക്കൊരു എന്താ പറയാൻ പറ്റുക, ആ റേഞ്ചിൽ ഏകദേശം ആ റേഞ്ചൊക്കെ പറയാം. നമുക്കൊരു 80 to ആ റേഞ്ചിലൊക്കെ നമുക്ക് എന്തുണ്ട് പ്ലൈവുഡ്സ് അവൈലബിൾ ആണ്. പല ഈ 60 to 150 എന്ന് പറഞ്ഞാൽ റേഞ്ച് പറയാൻ കാരണം എന്താണ്, പല ക്വാളിറ്റി ആയിരിക്കും. ഓക്കെ, റേറ്റ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയിലുള്ള ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ് പ്രീ ലാമിനേറ്റഡ് ഫോമിൽ അവൈലബിൾ അല്ല. അതായത് മറ്റൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം, നമുക്ക് റേറ്റ് കമ്പാരിറ്റീവ്ലി ചിലതിനെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് പറയാം. എങ്കിലും വുഡിനെയൊക്കെ അപേക്ഷിച്ച് പ്ലൈവുഡ് സ്വാഭാവികമായിട്ട് എന്താണ് നമ്മൾ നാച്ചുറൽ വുഡിനെ അപേക്ഷിച്ച് വളരെ വില കുറഞ്ഞുള്ള ഒന്നാണ്. ഓക്കെ, പിന്നെ കാർവിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇതിന് പ്രീ ലാമിനേറ്റഡ് ആയിട്ട്, അത് ഓൾറെഡി ലാമിനേറ്റഡ് ഷീറ്റ്, ലാമിനേറ്റ് ചെയ്യുന്നതിനാണ് ഒരു സ്മൂത്ത് സർഫസ് കിട്ടാൻ വേണ്ടി നമ്മൾ ലാമിനേറ്റ് ചെയ്യും അല്ലേ. അങ്ങനെ പ്രീ ലാമിനേറ്റഡ് ഫോമിൽ നമുക്ക് എന്ത് ചെയ്യില്ല, പൊതുവെ പ്ലൈവുഡ്സ് അവൈലബിൾ അല്ല. പല മെറ്റീരിയൽസും നമുക്ക് ആ രീതിക്ക് അവൈലബിൾ ആണ്. പക്ഷേ പ്ലൈവുഡ് അങ്ങനെ പ്രീ ലാമിനേറ്റഡ് ഫോമിൽ നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി നമുക്കുണ്ട്. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ഇത് ഒരു നമ്മൾ ലോ ക്വാളിറ്റി പ്ലൈവുഡ് നമുക്ക് കാണാൻ പറ്റും. ചാൻസസ് ഓഫ് കോർ ഗ്യാപ്സ് ആൻഡ് ഓവർലാപ്സ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ വിനീഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യാന്ന് പറയില്ലേ, പ്രോപ്പർ അഡീസീവ് എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ ആ ഒരു ചെറിയ ഗ്യാപ്പ്, ലോക്കൽ ക്വാളിറ്റിയുള്ള പ്ലൈവുഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വിട്ടുവിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെയുള്ള സാധ്യത അവിടെ കൂടുതലുണ്ട്. ഓക്കെ, പിന്നെ പൊസസ് യൂണിഫോം ടെൻസൈൽ സ്ട്രെങ്ത് ഇൻ ഓൾ ഡയറക്ഷൻ.
അപ്പോൾ എല്ലാ ഡയറക്ഷനിലും അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ എന്താണ്, എല്ലാ ഡയറക്ഷനിലും നല്ല സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ നോട്ട് ലയബിൾ ടു സ്പ്ലിറ്റ് ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ ചേഞ്ചസ് കൊണ്ടുള്ള സ്പ്ലിറ്റിനുള്ള സാധ്യത, അങ്ങനത്തെ സാധ്യത നമുക്കവിടെ തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, നോട്ട് സ്പ്ലിറ്റ് വെൻ നെയിൽഡ് നിയർ എഡ്ജസ് ബിക്കോസ് ഓഫ് ദർ ക്രോസ് ഗ്രെയിൻഡ് നാച്ചർ. ഓക്കെ, അതായത് എന്താണ് നമ്മൾ അതിൻ്റെ എന്താ പറയുക എഡ്ജസിൽ നമ്മൾ നെയിൽ ചെയ്യുകയാണെങ്കിൽ, ആണി കടിക്കുക നമ്മൾ എഡ്ജസിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, അത് സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്താണ് നമ്മൾ ക്രോസ് ഗ്രെയിൻഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ക്രോസ് ആയിട്ട് ചെയ്തുകൊണ്ട് അതങ്ങനെ എഡ്ജസിലും സെൻറ്ററത്തെ പോലെ തന്നെ സ്ട്രെങ്ത് കാണിക്കാറുണ്ട് പൊതുവെ നല്ല ക്വാളിറ്റി പ്ലൈവുഡ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. കമ്പാരിറ്റീവ്ലി ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. ഓക്കെ, സ്ട്രോങ്ങർ ദാൻ സോളിഡ് ബോർഡ്. ഓക്കെ, എന്താ പറയുന്നത്, എ 3-play board is nearly 3 times stronger than a solid board of the same thickness. ഓക്കെ, നോർമൽ നമ്മൾ കാർഡ് ബോർഡ് സോളിഡ് ബോർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ബോർഡ്സിനൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അത് കുറച്ചും കൂടി സ്ട്രോങ്ങർ, നല്ല രീതിക്ക് സ്ട്രോങ്ങർ ആണ്. ഇത് കമ്പാരിസൺ പറയുകയാണെന്ന് വെച്ചാൽ ഒരു 3-play ബോർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ് ഈ സോളിഡ് ബോർഡിനേക്കാളൊക്കെ എത്രയാണ് 3 times സ്ട്രോങ്ങർ ആണ്. നമുക്കൊരു കമ്പാരിസൺ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ പ്ലൈവുഡ് ഒരു നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് യൂസസ് ആണ്. യൂസസ് പറയുന്നത് എന്താണ്, പ്ലൈവുഡിൻ്റെ യൂസ് നമ്മളിപ്പോൾ കുറേ ഫീൽഡുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് നോക്കാം, എന്തൊക്കെയാണ് യൂസസ് നോക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നുണ്ടാവും എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഈ ഡിസ്കഷനിലെ പല ഭാഗത്ത് നമ്മൾ വന്നു കഴിഞ്ഞു അല്ലേ, ഇന്ന സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിക്ക്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പ്ലൈവുഡ്സ് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം, യൂസ് ഫോർ വേരിയസ് purpose such as ceilings, doors, furnitures, partitions, panel wall, packing cases, railway coaches, formworks for concrete, etc. അതായത് വുഡ് ഉപയോഗിക്കുന്ന മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലൈവുഡ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇപ്പം അതിൽ തന്നെ ഒരു വീടിനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഡോറ്, വിൻഡോസ്, ഫർണിച്ചേഴ്സ് ഇവിടെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം അല്ലേ. അതും കടന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ റെയിൽവേ കോച്ചസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതായത് വെഹിക്കിൾസിൻ്റെയൊക്കെ ബോഡി പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഫോം വർക്ക് ഓഫ് കോൺക്രീറ്റ് ഫോം വർക്കിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. നമ്മൾ നമുക്ക് 1, 2, 3 നല്ല ക്വാളിറ്റി പ്ലൈവുഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1, 2, 3 ടൈംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ സ്റ്റീലിൻ്റെ ഒക്കെ ഫോം വർക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ എക്സ്പെൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഓക്കെ ആയിട്ട് പോകുന്ന തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ധാരാളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ മേഖലകളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലൈവുഡിൻ്റെ സാന്നിധ്യമുണ്ട്, അവിടെയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താ പറയുന്നത് എക്സെട്ര. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് വുഡ് ഹൗസസ് നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെന്താ ഡൊമസ്റ്റിക് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ് സച്ച് ആസ് ഷെൽഫ്സ്, ടേബിൾസ്, ഡ്രോവേഴ്സ്, വാൾ സെപ്പറേറ്റേഴ്സ്, ഇങ്ങനെ സെപ്പറേഷൻ വാൾസ്, അതേപോലെ വാർഡ്രോബ്സ്, ഷെൽഫ്സ്, ടേബിൾസ്, ഇതെല്ലാം ഇതായിട്ട് വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യണം അല്ലേ, കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നതാണ്, വൈഡ്ലി യൂസ് ഫോർ ദിസ് പർപ്പസ് അല്ലേ. പിന്നെന്താണ്, പിന്നെ ഇവിടെ ഇത് പറയുന്നത് നോട്ട് സൂട്ടബിൾ ഇൻ സിറ്റുവേഷൻ സബ്ജക്റ്റഡ് ടു ഡയറക്റ്റ് ഷോക്സ് ഓർ ഇമ്പാക്ട്. അതായത് ഡയറക്റ്റ് ഷോക്സ് ഇമ്പാക്റ്റ് വരുമ്പോൾ പ്രധാനമായിട്ട് ഫ്ലോറിംഗ് ഒക്കെ പോലെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കുന്നില്ല. ഹൈ ക്വാളിറ്റി ഒക്കെ ഉപയോഗിച്ച് പലയിടത്തും ചെയ്യാറുണ്ട്. അപ്പോൾ ഷോക്സ് ഇമ്പാക്ട്സ് ഒക്കെ വരുന്നിടത്ത് കമ്പാരിറ്റീവ്ലി നമുക്കത് വേഗം കുറയ്ക്കാം. പക്ഷേ എന്താണ്, എങ്കിലും വുഡിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നാച്ചുറൽ വുഡാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണല്ലേ, അത് നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നമുക്ക് ഡീകേ സംഭവിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ പറഞ്ഞതനുസരിച്ച് നമ്മൾ വുഡ് ഉപയോഗിക്കുന്ന എല്ലാ ഏരിയയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലൈവുഡ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയാണ് പ്ലൈവുഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മെറ്റീരിയൽ പാർട്ടിക്കിൾ ബോർഡാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ വിനീറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പ്ലൈവുഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. രണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നു പ്രാക്ടിക്കലി ആ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെയാണ് അല്ലേ. പ്ലൈവുഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, എവിടെയെല്ലാം വുഡ് ഉപയോഗിക്കാമോ അവിടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പ്ലൈവുഡ് ഉപയോഗിക്കാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഡിഫറെൻറ്റ് ക്വാളിറ്റീസിൽ നമുക്ക് പ്ലൈവുഡ് അവൈലബിൾ ആണ്, ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. റേറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ശരി, ഇനി നമ്മൾ
പാർട്ടിക്കിൾ ബോർഡ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമുക്കറിയാവുന്ന, നിങ്ങൾ ഒരു പക്ഷേ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയായിരിക്കും പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പാർട്ടിക്കിൾ ബോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. പാർട്ടിക്കിൾ ബോർഡ് ഓൾസോ നോൺ ആസ് ചിപ്പ് ബോർഡ്സ്. ചിപ്പ് ബോർഡ്സ് എന്നൊരു പേര് ഇതിനുണ്ട്. ഓക്കെ, ഇതിന്റെ ഡസൻ ഹാവ് സ്മൂത്ത് സർഫസ്. ഓക്കെ, ചിപ്പ് ബോർഡ്സ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. ഇത് എന്താണ്, ഒരു സ്മൂത്ത് സർഫസ് ഫിനിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല, പക്ഷേ ലാമിനേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ലാമിനേഷൻ ചെയ്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് എ വുഡ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ഫ്രോം വേസ്റ്റ് പ്രോഡക്ട്സ് ലൈക്ക് വുഡ് ചിപ്സ്, സോമിൽ ഷേവിങ്സ് ഓർ സോ ഡസ്റ്റ്. അതായത് വുഡ് ചിപ്സ് എന്ന്, വുഡ് നമ്മളിപ്പോൾ എന്താ ഡീകേ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയുള്ള വുഡിലുള്ള ചിപ്സ്, വുഡ് ചിപ്സ്, അതേപോലെ സോ ഷേവിങ്സ്, നമ്മൾ സോമില്ലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ബാക്കി പീസുകൾ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഡസ്റ്റ്, സോ ഡസ്റ്റുകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർട്ടിക്കിൾ ബോർഡ് എന്നുള്ളൊരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ കമ്പയർ ടു നമ്മുടെ പ്ലൈവുഡ്, ഇതൊരു ചീപ്പ് മെറ്റീരിയലാണ്. ഒരു സ്മൂത്ത് സർഫസ് നമുക്ക് കമ്പാരിറ്റീവ്ലി സ്മൂത്ത് സർഫസ് നമുക്ക് കിട്ടുന്നില്ല നമ്മൾ പറഞ്ഞു. കാരണം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് എന്നൊക്കെയാണ് നമ്മളിത് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ഇനി എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാൽ, ദീസ് ആർ മിക്സ്ഡ് വിത്ത് ഗ്ലൂ. ഓക്കെ, ആൻഡ് ദീസ് മിക്സ്ചർ ഈസ് ഫേംലി കംപ്രസ്ഡ് ബൈ പ്രസ്സിങ് അണ്ടർ ഹീറ്റ് ആൻഡ് പ്രഷർ ടു ഫോം എ പാർട്ടിക്കിൾ ബോർഡ്. അതായത് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ്, അതായത് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ തന്നെ പറയാവുന്ന, അല്ലെങ്കിൽ വുഡ് വേസ്റ്റുകൾ എന്ന് പറയാവുന്ന മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതായിട്ട് ഒരു അഡ്ഹസീവ് സൈഡ് അല്ലെങ്കിൽ ഒരു ഗ്ലൂ ആയിട്ട് റെസിൻസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസിൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഒരു റെസിനുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നന്നായിട്ട് മിക്സായി. ആ മിക്സായ സാധനം പിന്നെ നമ്മളിപ്പോൾ ഒരു സിമെന്റ് മോട്ടാർ ഫോം ചെയ്യുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യുന്നത്, അത് പ്രസ് ചെയ്യണം. ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ ഇത് എന്ത് ചെയ്യണം, ഇതെല്ലാം പ്രസ് ചെയ്തിട്ട് ഒരു ബോർഡ് രൂപത്തിൽ, അല്ലെ, ഇത് കുറെ ചിപ്സും കുറെ ഡസ്റ്റും എല്ലാം കൂടിയ സാധനം നമ്മൾ കംപ്രസ് ചെയ്ത് ഒരു ബോർഡിന്റെ ഷേപ്പിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്, പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറഞ്ഞാൽ. ഡിഫറെന്റ് പാർട്ടിക്കിൾസ് കൂടിയിട്ടുള്ള ബോർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഓർത്ത് വെക്കാം. ഓക്കെ, സോ അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു, പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയുന്നു. ഇത് ഹൈ പ്രഷർ ആൻഡ് എന്താണ് ഹീറ്റ്, ഹൈ ടെമ്പറേച്ചർ എന്ന് പറയാൻ വയ്യ, ഡെഫിനറ്റ് ഹീറ്റ് ആൻഡ് ഹൈ പ്രഷർ കൊടുത്തുകൊണ്ട് ഇതിനെ കംപ്രസ് ചെയ്തിട്ട്, ഇതിനെ അമർത്തി ചുരുക്കി കംപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഈ പാർട്ടിക്കിൾ ബോർഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, ദീസ് ബോർഡ്സ് ആർ മാനുഫാക്ചർഡ് ബൈ എക്സ്ട്രൂഷൻ പ്രസ്സിംഗ് ഓർ ബൈ പ്രസ്സിംഗ് ഇൻ പാരലൽ പ്ലേറ്റ്സ്. ഓക്കെ, അതായത് എക്സ്ട്രൂഷൻ പ്രസ്സിങ്ങിൽ പാരലൽ പ്ലേറ്റ്സ് ഇങ്ങനെ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്യിക്കുക. ആ ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നമ്മുടെ പാർട്ടിക്കിൾ ബോർഡിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നോക്കുക, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു പാർട്ടിക്കിൾ ബോർഡിന്റെ ഫിഗർ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടു, ഇതിന്റെ സർഫസ് ഒരു സ്മൂത്ത് ആയിട്ട് സർഫസ് ഇവിടെ കൊടുത്തിരിക്കണം, അവിടെ ലാമിനേറ്റഡ് ആണത്. ഇവിടെ മൈക്ക് അല്ലെങ്കിൽ വിനീഴ്സിന്റെ ലാമിനേഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, സർഫസ് ക്ലിയർ ആയിക്കിട്ടെ. നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ പൊതുവെ ഈ രീതിക്കാണ് അതിന്റെ സർഫസ് നമുക്ക് കാണാൻ പറ്റുക. എന്താണ്, അതിൽ കുറെ പാർട്ടിക്കിൾസ് ആയിട്ടായി നിൽക്കുന്നത്. ഇതിപ്പോൾ ഡെൻസിറ്റി കുറവുള്ള കമ്പാരിറ്റീവ്ലി ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് പല ക്വാളിറ്റി നമുക്ക് അവൈലബിൾ ആണെങ്കിലും ചില ക്വാളിറ്റി ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ പൊളിഞ്ഞു പോരുന്ന രീതിക്ക് ഇതാണെങ്കിൽ തന്നെ നമുക്ക് സൈഡിൽ നമ്മളിങ്ങനെ നെയിൽ വെച്ച് സ്ക്രാച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇളകി പോരുന്ന രീതിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ, ഈ ഡിഫറെൻറ്റ് പാർട്ടിക്കിളിനെ കംപ്രസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പറയുന്നത് ദീസ് ബോർഡ്സ് ആർ മാനുഫാക്ചേർഡ് ബൈ എക്സ്ട്രൂഷൻ പ്രസ്സിംഗ് ഓർ ബൈ പ്രസ്സിംഗ് ഇൻ പാരലൽ പ്ലേറ്റ്സ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ആസ് ദേ പ്രൊവൈഡ് ബ്രോഡ് ആൻഡ് സ്റ്റേബിൾ പാനൽസ് ഓഫ് reasonable strength, they can be sewn like wood and are mainly used for furniture making. അതായത് ഇതിങ്ങനെ കംപ്രസ് ചെയ്ത് ഡിഫറെൻറ്റ് മെറ്റീരിയലിനെ പ്രസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ കൂടി ഇതൊരു ഷീറ്റ് രൂപത്തിൽ, നമുക്ക് പ്ലൈവുഡ് പോലെ ഷീറ്റ് രൂപത്തിലാണ് നമുക്ക് അവൈലബിൾ ആവുക. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനെ വുഡ് പോലെ കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കട്ട് ചെയ്ത് സോ ചെയ്തെടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറ്റും, ഫർണിച്ചർ മേക്കിങ്ങിനും കാര്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഹൈ എഞ്ചിനീയറിംഗ് പർപ്പസുകൾക്ക്, വലിയ എഞ്ചിനീയറിംഗ് സ്ട്രെങ്ത് ഉള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മളൊരു സുപ്പീരിയർ ക്വാളിറ്റി വർക്കാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, പ്രധാനമായിട്ട് ഫർണിച്ചേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമ്മൾ ഈ കമ്പ്യൂട്ടർ ടേബിൾ പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ലാമിനേഷൻസ് ഒക്കെ നമ്മൾ കോളേജുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അതിൽ ചില പരിക്കുകളൊക്കെ വരുത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ലാമിനേഷൻ കളകി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ പാർട്ടിക്കിൾസ്, ഡിഫറെൻറ്റ് ഫൈബേഴ്സ് പോലുള്ള സാധനങ്ങളൊക്കെ കിടക്കണം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡിഫറെൻറ്റ് സൈസുള്ള ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ്, ഡസ്റ്റ്, ഇതൊക്കെയാണ് നമ്മളോട്
അവിടെ കംപ്രസ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജ് ഡിസ്കസ് ചെയ്യാം. അഡ്വാൻറ്റേജിൽ പറയുന്ന കാര്യങ്ങൾ ഈസി ടു വർക്ക്, ഇതിൽ വർക്ക് ചെയ്യാൻ ഈസിയാണ്, കട്ട് ചെയ്യൽ അതേപോലെ നെയിൽ ചെയ്യൽ കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. ഓക്കെ, അതാണ് ഒരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, ഈസിയാണ്. പിന്നെന്താ കംസ് ആസ് പ്രീ ലാമിനേറ്റഡ് ഫോം, അതായത് ഇതിനൊരു സ്മൂത്ത് സർഫസ് അല്ല നമ്മൾ പറഞ്ഞു അല്ലേ, സ്മൂത്ത് സർഫസ് അല്ല അതിന് കിട്ടുക, കാരണം ഇത് പല മെറ്റീരിയൽസ് കംപ്രസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ലാമിനേഷൻ കൊടുത്തുകൊണ്ടാണ് ഇത് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരിക. കാരണം ഇതിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഈ ഒരു കാണുന്ന ഭാഗം, ഇതിന്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ആ ബോർഡ് കാണാൻ പറ്റുക, അത് കംപ്രസ്ഡ് മെറ്റീരിയലാണ്. പക്ഷെ അതിന്റെ സർഫസ് നോക്കിയാൽ നല്ല ഫിനിഷ്ഡാണ്. നമ്മളത് ഫിനിഷ് സർഫസ് അല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഇതെന്താ സർഫസ് ഫിനിഷ് ആയിരിക്കണം നോക്കിക്കഴിഞ്ഞാൽ അത് ലാമിനേറ്റ് ചെയ്താൽ മറ്റു മെറ്റീരിയൽ ചിലപ്പോൾ മൈക്ക ഷീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വിനീഗർ ആയിരിക്കാം, അത് ഉപയോഗിച്ചിട്ട് ലാമിനേറ്റ് ചെയ്തിട്ടാണ് വരിക. അല്ലെങ്കിൽ നമുക്കത് തീരെ ഹാൻഡിൽ ചെയ്യാനൊക്കെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ തീരെ യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു കാര്യമായിട്ട് മാറും. നമുക്ക് ഫർണിച്ചറുകൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പ്രീ ലാമിനേറ്റഡ് ഫോമിലാണ് ഇത് അവൈലബിൾ ആവുക എന്നുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അതും നമുക്ക് പറയാൻ സാധിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ ഡിസഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, ലോ ഡെൻസിറ്റി ലെസ് ഡ്യൂറബിൾ അല്ലേ. നമ്മൾ ഡെൻസിറ്റിയുടെ കാര്യം പറഞ്ഞു, നമ്മൾ ഇങ്ങനത്തെയുള്ള ഡിഫറെൻറ്റ് മെറ്റീരിയലിലെ പാർട്ടിക്കിൾസിനെ കംപ്രസ് ചെയ്തുണ്ടാക്കണതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെൻസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെ ലോഡ് എടുക്കാനുള്ള കഴിവൊക്കെ അതിന് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഡ്യൂറബിലിറ്റിയും വളരെ കുറവായിരിക്കും. 5 to 10 years ഒക്കെയാണ് ഇതിന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ലെസ് ദാൻ 5 years തന്നെ നമുക്കിതിന് ഡാമേജസ് വരുന്നത് കാണാൻ പറ്റും. അല്ല നമ്മൾ അതിന് അത്രയും കെയർ എടുത്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മോർ ദാൻ 10 years ഒക്കെ നമുക്ക് പാർട്ടിക്കിൾ ബോർഡ്സ് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ലൈഫ് നമുക്ക് അത്രയും പറയാൻ സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പുവർ റെസിസ്റ്റൻസ് ടു വാട്ടർ. അത് ഒരു പ്രധാനപ്പെട്ടതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്, പുവർ റെസിസ്റ്റൻസ് ടു വാട്ടർ ആൻഡ് ഗെറ്റ് ഈസിലി ഡാമേജ്ഡ് ഓൺ കോൺടാക്ട് വിത്ത് വാട്ടർ. വാട്ടറുമായിട്ട് കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ ഷുവർലി ഇതിൽ ഡാമേജ് സംഭവിക്കും. പെട്ടെന്ന് തന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോകാനോ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ലാമിനേഷൻ കൊണ്ട് മാത്രം അവിടെ കാര്യം ഉണ്ടാവില്ല, അത് ബ്രേക്കായി പോവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വാട്ടറിൻ്റെ പ്രസൻസ് ഉള്ള ഏരിയയിൽ നമുക്ക് ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓക്കെ, അതാണ് പറയാനുള്ളത്. പിന്നെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു, മെയിനായിട്ട് ഫർണിച്ചർ വർക്കുകൾക്ക് നമ്മളിത് യൂസ് ചെയ്യുക. യൂസ്ഡ് ഇൻ ഓഫീസ് വർക്ക്സ്, റെഡിമെയ്ഡ് ഫർണിച്ചേഴ്സ്, കിച്ചൺ ക്യാബിനറ്റ്സ്, വാൾ സീലിംഗ്, വാൾ പാനൽസ്, പാർട്ടീഷൻ, ഷെൽസ്, ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു കമ്പാരിറ്റീവ്ലി ചീപ്പ് മെറ്റീരിയലായിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ പാർട്ടിക്കിൾ ബോർഡൊക്കെ കുറച്ചും കൂടി ബെറ്റർ ലാമിനേഷനൊക്കെ കൊടുത്തുകൊണ്ട്, പിന്നെ ബെറ്റർ കംപ്രസിങ് പ്രോസസ്സ് ചെയ്തുകൊണ്ട്, അതായത് അഡ്വാൻസ്ഡ് മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റിയുള്ള പാർട്ടിക്കിൾ ബോർഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് സുപ്പീരിയർ ക്വാളിറ്റി വർക്കുകൾക്കും നമുക്ക് അങ്ങനെയുള്ള പാർട്ടിക്കിൾ ബോർഡൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ജനറലി പാർട്ടിക്കിൾ ബോർഡിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ പ്രൊഡക്റ്റ് ഇപ്പോൾ പാർട്ടിക്കിൾ ബോർഡ്സിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പല ബ്രാൻഡുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ റേറ്റ് നമ്മൾ പറഞ്ഞു കമ്പാരിറ്റീവ്ലി കുറവാണ്. റേറ്റ് എത്രയാണ് വരിക, 35 to 60 per square feet. സ്ക്വയർ ഫീറ്റിനാണ് നമ്മൾ പൊതുവെ ഇന്റീരിയർ വർക്കിൻ്റെ കാര്യം പറയല്ലേ. 35 to 60 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിക്കിൾ ബോർഡ് നല്ല ക്വാളിറ്റിയിലുള്ളത് 60 രൂപയ്ക്കൊക്കെ നമുക്ക് സ്ക്വയർ ഫീറ്റിന് അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ എത്രയാണ് പാർട്ടിക്കിൾ ബോർഡുകളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റിലേക്കാണ് അടുത്ത് കിടക്കുന്നത്. നമ്മൾ പറഞ്ഞ ടിമ്പർ പ്രൊഡക്ട്സിലെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന അടുത്തൊരു പ്രൊഡക്റ്റാണ് ഫൈബർ ബോർഡ്. എന്താണ് ഫൈബർ ബോർഡ്? അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫൈബർ ബോർഡിലെ നോക്കുക, ദീസ് ആർ റിജിഡ് ബോർഡ് ആൻഡ് ഓൾസോ നോൺ ആസ് പ്രസ്ഡ് ഓർ റീകൺസ്ട്രക്റ്റഡ് വുഡ്. ഓക്കെ, പ്രസ്ഡ് അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റഡ് വുഡ് എന്നാണ് നമ്മൾ ഫൈബർ ബോർഡിനെ പൊതുവെ പറയുക. ഓക്കെ, ഇതിൻ്റെ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ പാർട്ടിക്കിൾ ബോർഡാണ്. ഓക്കെ, ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ പാർട്ടിക്കിൾ ബോർഡ്. പാർട്ടിക്കിൾ ബോർഡിൻ്റെ കാര്യം പറഞ്ഞു, ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് റെസിൻ വഴി കമ്പൈൻ ചെയ്ത് പ്രസ് ചെയ്തിട്ടാണ് ഹീറ്റ് കൊടുത്തിട്ടാണ് നമ്മളത് ഒരു ഒറ്റ ഫോമിലേക്കാക്കി മാറ്റുന്നത്. ഇവിടെ ഇത് കമ്പയർ ടു പാർട്ടിക്കിൾ ബോർഡ്, ഫൈബർ ബോർഡ് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. ഒബ്റ്റെയിൻഡ് ബൈ പ്രസ്സിംഗ് പീസസ് ഓഫ് വുഡ് അണ്ടർ പ്രഷർ. പീസസ് ഓഫ് വുഡ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഫൈബർ ബോർഡ് എന്ന് പറഞ്ഞാൽ വുഡ് ഫൈബേഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന രീതിക്ക് നമുക്കിവിടെ കിട്ടും. പീസസ് ഓഫ് വുഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നേരത്തെ പോലെ വുഡ് എന്താ പറയുക, സോഡസ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക ചെയ്ത് കിട്ടുന്ന ബാക്കി വേസ്റ്റോ വുഡ് വേസ്റ്റുകളോ ഗ്രെയിൻസോ ഒന്നല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താ ഉപയോഗിക്കുന്നത്, ചിപ്സോ ഒന്നല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്, വുഡിൻ്റെ പീസുകളാണ് പ്രധാനമായിട്ടും ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ,
ഇതും ഇതേപോലെ നമ്മൾ ഹീറ്റ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് ഹൈ പ്രഷറിൽ പ്രസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ വുഡിൻ്റെ ഫൈബേഴ്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിക്ക് നമുക്ക് ഇതിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അതുപോലെ എന്താണ് കുറച്ചുകൂടി ലോഡ് എടുക്കാനുള്ള കാര്യം നമുക്ക് കിട്ടും. കുറച്ചുകൂടി സുപ്പീരിയർ ക്വാളിറ്റിയാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ പറയുന്നതാണ് thickness varies from 3 mm to 12 mm, length 3 meter to 4.5 meter and width 1.2 meter to 1.8 meter. ഈ രീതിക്കൊക്കെയാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുക. 3 mm മുതൽ 12 mm വരെ ഫൈബർ ബോർഡ്സ് നമുക്ക് ഇപ്പോൾ അതിന് മുകളിലുള്ള ഫൈബർ ബോർഡ്സ് ഒക്കെ നമുക്ക് പലപ്പോഴും അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങി. പിന്നെ ലെങ്ത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 meter to 4.5 meter ലെങ്ത്ത് വരെയൊക്കെയാണ് അതിൻ്റെ ഒരു നോർമൽ ലെങ്ത്ത് പറയുന്നത്. വിടുത്ത് ആണെങ്കിൽ 1.2 to 1.8 meter വിടുത്ത് വരെയൊക്കെയാണ് ഇത് പൊതുവെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത് ഫൈബർ ബോർഡ്സ്. ഓക്കെ, പിന്നെ weight of fiber board depends on the pressure applied during manufacture. ഓക്കെ, അതായത് നമ്മൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണോ മാനുഫാക്ചറിങ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ കൂടുതൽ കംപ്രസ് ചെയ്ത് കൂടുതൽ വുഡ് ആയി കഴിഞ്ഞാൽ കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാവും, കൂടുതൽ വെയിറ്റ് ഉണ്ടാവും. അല്ലാത്ത കേസിൽ കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ പിന്നെ ഫൈബർ ബോർഡിൻ്റെ കേസിൽ നമുക്ക് പ്രധാനമായിട്ട് ഓർക്കേണ്ട 2 പേരുകളാണ്. 2 തരത്തിലാണുള്ളത് പറയുന്നത്. എന്താണ്? 2 മെയിൻ ടൈപ്സ് ആണുള്ളത്. എന്താണ്? ഒന്ന് HDF, രണ്ടാമത് MDF. ഓക്കെ, അഥവാ LDF. ഓക്കെ, അതായത് MDF എന്നാണ് പൊതുവെ നമ്മൾ LDF എന്ന് നമുക്കതിനെ പറയുമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് MDF എന്നുള്ളതാണ് വാക്കാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കാറുള്ളത്. എന്താണ് HDF എന്ന് പറഞ്ഞാൽ? ഡെൻസിറ്റിയുടെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ 2 ഫൈബർ ബോർഡുകൾ തിരിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലൈവുഡുകളെ അപേക്ഷിച്ച് നമുക്ക് പ്ലൈവുഡിൻ്റെ സെയിം ക്വാളിറ്റിയിൽ നമ്മൾ ഫൈബർ ബോർഡുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. എങ്കിലും കുറച്ച് സുപ്പീരിയർ ക്വാളിറ്റിയായിട്ട് നമുക്ക് പ്ലൈവുഡുകൾ തന്നെ പറയാം. ഹൈ ക്വാളിറ്റിയുള്ള പ്ലൈവുഡുകൾ എടുക്കുകയാണെങ്കിൽ അതിന് താഴെയായിട്ട് നമുക്ക് ക്വാളിറ്റി ഫൈബർ ബോർഡുകൾക്ക് പറയാം. അതിന് താഴെയാണ് നമുക്ക് പാർട്ടിക്കൽ ബോർഡിൻ്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അതിൽ തന്നെ ഫൈബർ ബോർഡിൽ തന്നെ ഡിഫറെൻറ്റ് ഡെൻസിറ്റിയിൽ നമുക്ക് ഡിഫറെൻറ്റ് പർപ്പസുകൾ ഡിഫറെൻറ്റ് ഡെൻസിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ്. HDF എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ഫോം നമ്മൾ കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡുകളാണ്. ഓക്കെ, HDF എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡുകളാണ്. അങ്ങനെയാണെങ്കിൽ MDF എന്തായിരിക്കും? MDF അല്ലെങ്കിൽ LDF നമ്മൾ പറഞ്ഞു മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡുകളാണ്. ഓക്കെ, അത് ലോ ഡെൻസിറ്റി എന്നാണെങ്കിൽ നമ്മൾ LDF എന്ന് വിളിക്കുന്നു. ഓക്കെ, യൂഷ്വലി MDF നമുക്ക് വിളിച്ചു പോവാം. ഓക്കെ, പിന്നെ ഡെൻസിറ്റീൻ്റെ കേസ് പറയുകയാണെങ്കിൽ HDF ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡുകൾ 700 to 145 kg/m³ ആണ് അതിൻ്റെ ഡെൻസിറ്റി വരിക. ഓക്കെ, MDF ആണെങ്കിൽ കുറച്ചുകൂടി ഡെൻസിറ്റി കുറയും, 600 to 800 kg/m³ ആണ് അതിൻ്റെ ഡെൻസിറ്റി പൊതുവെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റീൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഫൈബർ ബോർഡുകളെ HDF എന്നും MDF എന്നും ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്നും അതേപോലെ മീഡിയം ഡെൻസിറ്റി അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ഫൈബർ ബോർഡുകളെന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്താണ് യൂസസ് നോക്കുക. യൂസസ് നമുക്കറിയാൻ പറ്റും. വുഡിൻ്റെ യൂസുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ഫോർ internal finish of rooms such as wall panels, suspended ceilings, സീലിങ്ങിലോ വാളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പാർട്ടീഷൻ വാളുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ടു കൺസ്ട്രക്ട് പാർട്ടീഷൻസ്, ടു പ്രിപ്പയർ ഫ്ലഷ് ഡോർസ്, ടോപ്പ് ഓഫ് ടേബിൾസ്, വാർഡ്രോബ്സ്, ഷട്ടേഴ്സ്, കിച്ചൺ ക്യാബിനറ്റ്സ്, അങ്ങനെയുള്ള റെഡിമെയ്ഡ് പ്രൊഡക്ട്സ്. ഓക്കെ, അതായത് മിക്കവാറും പ്ലൈവുഡിൻ്റെ സ്ഥലങ്ങളെല്ലാം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഫ്ലഷ് ഡോറുകൾ, അതായത് സാധാ എന്താണ് HDF ഡോറുകൾ എന്നൊക്കെ പറഞ്ഞാൽ HDF-ലെ MDF-ൻ്റെ ഡോറുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, റെഡിമെയ്ഡ് ഡോറുകൾ നമുക്ക് ധാരാളമായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ എന്താണ് കിച്ചൺ ക്യാബിനറ്റ്സ്. ഓക്കെ, അത് നമ്മൾ HDF MDF ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ. അതായത് പ്ലൈവുഡൊക്കെ ഉപയോഗിക്കുന്ന മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ നമുക്കത് ഈ എന്താണ് നമ്മുടെ ഫൈബർ ബോർഡ്സും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, യൂസ്ഡ് ആസ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഫോർ ഹീറ്റ് ആൻഡ് സൗണ്ട്. അതായത് സൗണ്ട് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള സർഫസുകളിലൊക്കെ വാളിലൊക്കെ നമുക്ക് പാനലിംഗ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ മെറ്റീരിയൽസ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ടു വർക്ക് ആസ് പേവിംഗ് ഓർ ഫ്ലോറിംഗ് മെറ്റീരിയൽ. ഓക്കെ, പേവിംഗ് മെറ്റീരിയലും ഫ്ലോറിംഗ് മെറ്റീരിയലൊക്കെ ആയിട്ട്, അതായത് പ്രധാനമായിട്ടും ഈ ഡാൻസ് ഫ്ലോറുകളിലൊക്കെ നമുക്ക് വുഡൻ ഫ്ലോറിങ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ്ലി സ്ട്രെങ്ത് ക്യാരി ചെയ്യാനുള്ള കഴിവും ഇതിന് ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഗുഡ് ഫോർ കാർവിങ്സ്. ഓക്കെ, കാർവിങ്സ് നമ്മളിത് വുഡ് പീസുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇതിന് പ്ലൈവുഡിലാണെങ്കിൽ എന്താ പ്രശ്നം? പ്ലൈവുഡിലാണെങ്കിൽ വിനീർ ഷീറ്റുകളുടെ കോമ്പിനേഷനാണ്. ഇവിടെ വുഡ് പീസുകളുടെ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ കാർവിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഗുഡ് ഫോർ കാർവിങ്സ്, ഈസി ടു വർക്ക് ഓൺ ഷേപ്സ്,
അവൈലബിൾ ഇൻ പ്രീ ലാമിനേറ്റഡ് ഫോം. അതാണ് മറ്റൊന്ന്. പ്ലൈവുഡിൻ്റെ നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞ ലാമിനേറ്റഡ് ഫോമിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഇത് പ്രീ ലാമിനേറ്റഡ്, അതായത് ഓൾറെഡി ലാമിനേഷൻ ചെയ്തിട്ടുള്ള ഫോമിൽ നമുക്ക് എന്താണ് HDF അല്ലെങ്കിൽ MDF ഫൈബർ ബോർഡ്സ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അതുപോലെ റേറ്റും കമ്പയർഡ് ടു പ്ലൈവുഡ് നമുക്ക് കുറവ്, അല്ലെങ്കിൽ ചില ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ആ റേറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആവും. 60 to 90 per സ്ക്വയർ ഫീറ്റ് നമുക്കൊരു ആവറേജ് റേറ്റ് ആയിട്ട്, അതിന് മുകളിലുള്ള റേറ്റുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഓക്കെ, പിന്നെന്താ പറയുന്നത്, മോർ ഡ്യൂറബിൾ കമ്പയർഡ് ടു പാർട്ടിക്കിൾ ബോർഡ് ബട്ട് ഗെറ്റ് ഡാമേജ്ഡ് വെൻ എക്സ്പോസ്ഡ് ടു മോയ്സ്ചർ. ഇവിടെ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് എന്താണ്, മോയ്സ്ചറായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ നമുക്ക് അത്ര ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ വാഷ് ബേസിൻ പോലുള്ള മോയ്സ്ചർ പ്രസൻസ് ഉള്ള ഏരിയകൾ നമുക്കിത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും പ്രാക്ടിക്കലി ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. പിന്നെ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്നുണ്ട്. കാരണം പ്രോപ്പർ ലാമിനേഷനൊക്കെ ചെയ്ത് നല്ല രീതിക്കുള്ള ഫാക്ടറി ഫിനിഷൊക്കെ ആയിട്ട് വരുന്ന സാധനങ്ങൾ പലപ്പോഴും അത്രയും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചാൻസ് ഓഫ് റിസ്ക് നമുക്കവിടെ കൂടുതലാണ്. മെറ്റീരിയൽ ക്വാളിറ്റി നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പല സാധനത്തിൻ്റെയും ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഒരു പലപ്പോഴും ആളുകൾ ചാൻസ് എടുക്കാതിരിക്കുമ്പോൾ അത് ഒഴിവാക്കുന്നുണ്ട്. നമുക്ക് മറൈൻ പ്ലേ അല്ലെങ്കിൽ മൾട്ടിവുഡിലേക്കൊക്കെ ആളുകൾ പോകുന്നത്. അല്ലാത്ത കേസിൽ റയർലി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എക്കണോമിക്കൽ സൈഡ് നോക്കുമ്പോൾ, ക്യാഷിൻ്റെ സൈഡ് നോക്കുമ്പോൾ നമുക്ക് വീടൊക്കെ ഉണ്ടാക്കി അവസാനമൊക്കെ ആയി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലുള്ള പൈസയൊക്കെ തീരാറായി. അപ്പോൾ നമുക്ക് ഒരു ഓപ്ഷനായിട്ട് എടുക്കാവുന്നതാണ് എന്ത്, ഫൈബർ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ടിക്കിൾ ബോർഡിന് അത്രയും ക്വാളിറ്റി നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫൈബർ ബോർഡുകളെ കുറിച്ച് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മൾട്ടിവുഡ് എന്നുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. മൾട്ടിവുഡ് ഓൾറെഡി നമ്മൾ എന്താ പറയുക കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞു. മൾട്ടിവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പ്രധാനമായിട്ട് നമ്മൾ പാർട്ടിക്കിൾ ബോർഡ് അല്ലെങ്കിൽ ഫൈബർ ബോർഡൊക്കെ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ പ്രധാന ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത കാര്യം തരുന്നു, വാട്ടറിൻ്റെ പ്രസൻസ് വരും, മോയ്സ്ചർ കണ്ടന്റ് വരുമ്പോൾ ഡാമേജ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റായിട്ട്, അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇന്റീരിയർ വർക്ക് ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ മൾട്ടിവുഡ് എന്ന് പറയുന്നത്. ടെർമൈറ്റ് അറ്റാക്ക് ഒക്കെ വളരെ മിനിമമായിട്ടുള്ള, അല്ലെങ്കിൽ സീറോ തന്നെ പറയാവുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് മൾട്ടിവുഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഈ മൾട്ടിവുഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു എ വൈറ്റ് ഷീറ്റ് that is supported to be made of UPVC polyester resins. ഓക്കെ, അതായത് പ്രധാനമായിട്ടും എന്താണ് PVC പ്രൊഡക്റ്റ് അല്ലെ, പോളിവിനൈൽ ക്ലോറൈഡ്, നമ്മൾ പൈപ്പൊക്കെ ഉണ്ടാക്കുന്ന PVC നമുക്കറിയാം. ഇത് UPVC മെറ്റീരിയൽ അല്ലെങ്കിൽ പോളി റെസിൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിന്തറ്റിക് പ്രൊഡക്റ്റ് ആണ് എന്ത് ഈ പറഞ്ഞ മൾട്ടിവുഡ് എന്ന് പറയുന്നത്. നമ്മളൊരു നാച്ചുറൽ ആയിട്ടുള്ള വുഡ് പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നതല്ല, അതൊരു സിന്തറ്റിക് പ്രൊഡക്റ്റ് ആണ്. ഒരു വൈറ്റ് കളർ ബോർഡായിട്ടാണ് നമുക്ക് യൂഷ്വലി മൾട്ടിവുഡുകൾ അവൈലബിൾ ആവുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി റീസൈക്കിളബിൾ ആൻഡ് എസ്തെറ്റിക്കലി ഗുഡ് ആൻഡ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആസ് വെൽ. ഓക്കെ, ഇതൊരു സിന്തറ്റിക് പ്രൊഡക്റ്റ് ആണെങ്കിലും എന്താണ് ഇത് കമ്പാരിറ്റീവ്ലി എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. എന്താണ് DK ഒക്കെ പോകുന്നതിൽ വലിയ എന്താ പറയുക എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കാത്ത ഒന്നാണ് മൾട്ടിവുഡ് എന്ന് പറഞ്ഞാൽ. എന്നാലും ചെറിയ രീതിക്ക് ഉണ്ടാക്കുന്നില്ലെന്ന് വെച്ചാൽ നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റൂല. കാരണം മറ്റു പ്ലൈവുഡിനെയൊക്കെ അപേക്ഷിച്ച് പെട്ടെന്ന് DK പോകുന്ന ഒന്നല്ല മൾട്ടിവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി PVC ഫോം ബോർഡ് മെയ്ഡ് ഔട്ട് ഓഫ് PVC മെറ്റീരിയൽ. ഓക്കെ, ഇതൊരു PVC മെറ്റീരിയൽ ആണ് ആക്ച്വലി. ഓക്കെ, അത് PVC ഫോം ബോർഡ് ആണ് ഉണ്ടാക്കുന്ന എന്നാണ്. PVC ഫോം ബോർഡ് മെയ്ഡ് ഔട്ട് ഓഫ് PVC മെറ്റീരിയൽ. PVC മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഒരു PVC ഫോം ബോർഡാണ് ആക്ച്വലി എന്ത് ഈ മൾട്ടിവുഡ് എന്ന് പറഞ്ഞാൽ. ഒരു PVC മെറ്റീരിയൽ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, സൈസ് ഓഫ് PVC ഫോം ബോർഡ് 8 by 4 feet, thickness 4, 6, 10, 12 mm എക്സെട്ര. ഓക്കെ, പല തിക്നെസ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. 12 മാത്രമല്ല, അതിൻ്റെ മുകളിലേക്ക് 16 mm ഒക്കെ നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് തിക്നെസ്സിൽ യൂഷ്വലി 8 by 4. ഓക്കെ, 8 by 6 നമ്മൾ പ്ലൈവുഡും മൾട്ടിവുഡും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. യൂഷ്വലി 8 by 4 ആണ് നമ്മളൊരു നോർമൽ സൈസ് ആയിട്ട് എപ്പോഴും പറയാം. പ്ലൈവുഡിനാണെങ്കിലും മൾട്ടിവുഡിനാണെങ്കിലും മറ്റ് ബോർഡുകൾക്കാണെങ്കിലും നോർമൽ സൈസ് നമ്മൾ എപ്പോഴും പറയുക 8 by 4, 8 feet by 4 feet. ഓക്കെ, അത് 32 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഒരു ബോർഡ് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അതൊക്കെ നമ്മൾ ജനറലി പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കി വെക്കണമെന്നല്ല. നമുക്കിപ്പോൾ ഇത്ര പ്ലൈവുഡ് ഉപയോഗിക്കണം മോനെ, എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വർക്ക് ഉണ്ടാവും എന്നൊക്കെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണമെങ്കിൽ നമുക്ക് സിംപ്ലി ഒരു പ്ലൈവുഡ് 8 by 4 ആ യൂഷ്വലി എന്നുള്ളത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ യൂഷ്വലി 8 by 4 സൈസിലാണ് അവൈലബിൾ ആവുക. 4, 6, 10, 12, 16 ഒക്കെ നമുക്ക് എന്താണ് തിക്നെസ്സിൽ ഇത് അവൈലബിൾ ആണ്. ഓക്കെ,
പിന്നെ ഇതിന് എന്താണ് സ്മൂത്ത് ഒരു ഗ്ലോസി ഫിനിഷ് ആണ് ഇതിന്റെ സർഫസിൽ ഉണ്ടാവുക. നമ്മൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് വൈറ്റ് കളറുള്ള ഒരു ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷ്, ഗ്ലോസി വൈറ്റ് ഫിനിഷ് ആണ് ഇതിന്റെ സർഫസിൽ ഉണ്ടാവുക. ഇതിന്റെ സർഫസിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും മൈക്കോ അല്ലെങ്കിൽ വിനിയറോ പ്ലേസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് പലപ്പോഴും വരുന്നില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും സ്ക്രൂ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാതെ നമുക്ക് ഫിനിഷ് വെറുതെ വെച്ച് കഴിഞ്ഞാലും അതൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ള സർഫസ് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ നമുക്ക് എക്കണോമിക്കലാക്കാൻ പറ്റും, വേറെ ഫിനിഷിംഗ് മെറ്റീരിയൽ കൊടുക്കാതെ ഇരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ ഇൻ finished format and can be used as ready-made products. ഓക്കെ, യൂസ്ഡ് ആസ് റെഡിമെയ്ഡ്, നമുക്ക് പെട്ടെന്നൊരു ക്യാബിൻ ഉണ്ടാക്കണം, അതിന് വേറെ ഒന്നുമില്ല, റെഡിമെയ്ഡ് പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് എന്ത്, മൾട്ടിവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇത് യൂഷ്വലി വൈറ്റ് കളറിലാണ് അത് അവൈലബിൾ ആവുമെന്ന് പറഞ്ഞു. എന്നാൽ പല കളറിലും ഇത് ലഭിക്കാറുണ്ട്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, ഷെയ്ഡ്സ്, ടെക്സ്റ്റേഴ്സ് ആൻഡ് ക്യാൻ ബി യൂസ് ഡയറക്ട്ലി വിത്തൗട്ട് ആഡിങ് ഫിനിഷ് ഓൺ ഇറ്റ്. അതായത് ഇത് പല കളറിലും നമുക്ക് അവൈലബിൾ ആണ്. യൂഷ്വൽ വൈറ്റ് കളർ ആണെങ്കിലും ഇത് പല കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഫിനിഷ് ചെയ്യാതെ, നമ്മൾ പെയിന്റ് അടിക്കുകയോ അല്ലെങ്കിൽ ഒരു വിനിയർ അല്ലെങ്കിൽ മൈക്ക കവറിങ് കൊടുക്കുകയോ ചെയ്യാതെ നമുക്ക് ഡയറക്ട്ലി അത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ എന്താണ്, ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി പ്രൊഡക്റ്റ്. ഓക്കെ, 100 to 160 per square feet. അപ്പോൾ പ്ലൈവുഡിനേക്കാളും റേറ്റ് ഇതിനുണ്ട്, 100 to 160 per square feet റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്ലൈവുഡിന് എത്ര ഉണ്ടാവും, 8x4 പ്ലൈവുഡിന് എത്ര ഉണ്ടാവും എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത്രയും റേറ്റ് വരുന്നുണ്ട് ഒരു മൾട്ടിവുഡിന് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എന്താണ്, ഇതിന് ഓൾറെഡി സ്മൂത്ത് ഫിനിഷ് ഉള്ളതുകൊണ്ട് തന്നെ പല കളറിൽ അവൈലബിൾ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ഫിനിഷിങ് കൊടുക്കാതെ ഇത് വെച്ചാലും പ്രശ്നമില്ല. പിന്നെ ഇതിന് DK കാര്യങ്ങളൊന്നും ചെയ്യാം. ഇപ്പോൾ മറ്റതൊക്കെ എന്താണ്, നമ്മുടെ മൾട്ടിവുഡ് അല്ലെങ്കിൽ നമ്മുടെ മൾട്ടിവുഡ് അല്ല, നമ്മുടെ പാർട്ടിക്കിൾ ബോർഡ് അല്ലെങ്കിൽ ഫൈബർ ബോർഡൊക്കെ നമുക്കൊരു ഓൾറെഡി ഒരു ഫിനിഷ് ലാമിനേറ്റഡ് ഫോമിലാണ് നമുക്ക് അവൈലബിൾ ആവുമെന്ന് പറഞ്ഞു. അതിന് പ്രധാന കാരണം ലാമിനേറ്റഡ് ആയില്ലെങ്കിൽ അതിന് ഡാമേജസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അത് ലാമിനേറ്റ് ചെയ്യാനുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ലാമിനേഷനോ അല്ലെങ്കിൽ ഒരു കവറിങ്ങോ അല്ലെങ്കിൽ ഫിനിഷിങ്ങോ കൊടുത്തില്ലെങ്കിൽ കൂടി നമുക്ക് ആ രീതിക്ക് തന്നെ മൾട്ടിവുഡ് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു പോയിന്റും അവിടെ ഉണ്ട് റേറ്റിന്റെ കാര്യം പറയുമ്പോൾ. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് വാട്ടർ പ്രൂഫ്. ഓക്കെ, മോർ ഡ്യൂറബിൾ ആൻഡ് ഫയർ റെസിസ്റ്റന്റ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, കമ്പയർഡ് ടു മറ്റ് പ്രൊഡക്ട്സ് എന്താണ്, ഇത് വാട്ടർ പ്രൂഫ് ആണെന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അതുപോലെ കമ്പാരിറ്റീവ്ലി ഫയർ റെസിസ്റ്റന്റും ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ പ്രൊഡക്റ്റ്, സോ ക്യാൻ ബി യൂസ്ഡ് ഇൻ ബെൻഡ് ഡിസൈൻ. അതായത് ഇത് നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, ബെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ബെൻഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കിത് അത്തരം സാഹചര്യം ബെൻഡഡ് ആയിട്ടുള്ളൊരു സർഫസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസൈനിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിവുഡ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ all applications where plywood, fiberboard or particle board can be used, but there is no wood content in it. It is a PVC material. ഓക്കെ, ഇപ്പോൾ വുഡ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഇതിപ്പോൾ നമ്മൾ വുഡ് പ്രൊഡക്ട്സ് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പോൾ കാരണം അതിവിടെ പറയാൻ കാരണം എന്താ, ഈ പറഞ്ഞ മെറ്റീരിയൽസിന് എല്ലാം ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്, മൾട്ടിവുഡ് എന്ന് പറഞ്ഞാൽ. ഇതൊരു വുഡ് പ്രൊഡക്റ്റ് ആണോ? അല്ല, നോ, അതാണ് ആൻസർ അല്ലേ. എന്താണ്, ഇതൊരു വുഡ് പ്രൊഡക്റ്റേ അല്ല. ഇതെന്താണ്, ഇതൊരു PVC മെറ്റീരിയൽ ആണ്. വുഡിന്റെ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഓക്കെ, നോ, ഇത് ഇറ്റ്സ് നോട്ട് എ വുഡ് പ്രൊഡക്റ്റ്. പെട്ടെന്താണ് ഒരു PVC മെറ്റീരിയൽ ആണെന്നുള്ള കാര്യം ഇവിടെ ആലോചിക്കുക. പിന്നെ നമ്മൾ എന്തിനൂടെ പറഞ്ഞു പറഞ്ഞാൽ ഇതാണ് കാര്യം, നമുക്ക് ഈ പറഞ്ഞ ബോർഡുകളെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അതിന് കാരണം. ഓക്കെ, അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്, വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇപ്പോൾ നമ്മൾ നല്ല അവയർനെസ് ഉണ്ടാക്കാൻ വെക്കേണ്ട, പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ അവയർനെസ് ഉണ്ടാക്കി വെക്കേണ്ടുന്ന ഒരു മെറ്റീരിയലുമാണ് എന്ത്, നമ്മുടെ മൾട്ടിവുഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൾസോ ബി പെയിന്റഡ് ഓർ given a polish finish if required to get a desired premium look. അല്ല, നമ്മൾ പറഞ്ഞു ഓൾറെഡി ഫിനിഷ്ഡ് ആയിട്ടുള്ള സർഫസ് ആണ്, ഗ്ലോസി ഫിനിഷ് ആണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ നമുക്ക് ഇതിന്റെ സർഫസിൽ പെയിന്റിങ്ങോ മറ്റ് ഫിനിഷുകളോ കൊടുക്കുകയും ചെയ്യാം. നമുക്ക് മറ്റൊരു ഫിനിഷ് കിട്ടണം, അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫിനിഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു കോട്ടിങ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റുമില്ല, നമുക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അടുത്ത കാര്യം, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് തെർമൽ ആൻഡ് നോയ്സ് ഇൻസുലേഷൻ. ഓക്കെ, മുന്നേക്കെ നമ്മൾ പറഞ്ഞ മെറ്റീരിയലിനെ പോലെ തന്നെ തെർമൽ ആൻഡ് ഹീറ്റ് ഇൻസുലേഷൻ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെറ്റീരിയൽ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, മോർ ചാൻസ് ടു ഗെറ്റ് ബെൻഡ് if sufficient support is not given or using in lengthy areas. ഓക്കെ, അതായത് നമ്മൾ പ്രോപ്പർ ഇത് കൊടുത്തില്ലെങ്കിൽ, ഇത് ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ അത് ബെൻഡ് ആവാനുള്ള ചാൻസ്, ലെങ്തി ആയിട്ടുള്ള ഏരിയയിലൊക്കെ ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും. അത്ര സ്റ്റിഫ് അല്ല, ഒരു പരിധി വരെ അത് ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, അതുപോലെ
സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇതിന് കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. ഓക്കെ, മറ്റ് പ്രൊഡക്റ്റുകൾ പല നമ്മൾ പ്ലൈവുഡ് ഒക്കെ ഹൈലി സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു. ഇവിടെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി ലോ ആണ്. ഓക്കെ, പ്രത്യേകിച്ച് ഷട്ടറിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആവശ്യമായിട്ട് വരും, അവിടെ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ നമുക്ക് ചില ഡീഫോർമേഷൻസ് സംഭവിക്കും. സ്ക്രൂ ചെയ്യുന്ന സമയത്ത് തന്നെ സർഫസിൽ ഡീഫോർമേഷൻസ്, അൺഡുലേഷൻസ് അല്ലെങ്കിൽ താഴ്ന്നു പോകുന്ന പോലെയൊക്കെയുള്ള ആ ഫിനിഷ് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെ മൾട്ടിവുഡിൽ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കുഴപ്പത്തിനുണ്ട്. ഓക്കെ, പിന്നെ സ്ട്രെങ്ത് ആൻഡ് ക്വാളിറ്റി ഓഫ് PVC ഫോം ബോർഡ് ഡിപ്പെൻഡ് ഓൺ മെറ്റീരിയൽ ഡെൻസിറ്റി. അതായത് നല്ല സ്ട്രോങ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും ഈ ക്വാളിറ്റിക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇത് മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. പല ഡെൻസിറ്റിയിൽ നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആണ്. പല ഡെൻസിറ്റി എന്താ പറയുക, മാർക്കറ്റിൽ തന്നെ 0.6, 0.8 എന്നൊക്കെ പറഞ്ഞാൽ പല ഡെൻസിറ്റിയിൽ നമുക്ക് അത് പല റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതിൻ്റെ ഡെൻസിറ്റീനെ കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മൾട്ടിവുഡിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ടിമ്പർ പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ അവസാനമായിട്ട് ഇതിനൊക്കെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വാട്ടർ പ്രസൻസ് ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മൾട്ടിവുഡുകളെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് മുന്നേ വിനീർ, പ്ലൈവുഡ്, അതേപോലെ ഫൈബർ ബോർഡ്, പാർട്ടിക്കിൾ ബോർഡ് ഇവയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വുഡിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ക്രോസ് സെക്ഷനിൽ വരുന്ന പാർട്സ് ഏതൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളും ഏതൊക്കെ തരത്തിലുള്ള വുഡുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, നന്നായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. വഴിയെ നമുക്ക് ഭാവിയിലും നമ്മൾ ഇന്റീരിയർ വർക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടും ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.